BJPയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്താൽ 24 മണിക്കൂറിനപ്പുറത്ത് കേരള സംസ്ഥാനത്ത് ഇത് ഷോൺ ജോർജിന്റെ വാക്ക്. ഷോൺ ജോർജ് മതം മാറ്റിയാണോ പാർവതിനെ കല്യാണം കഴിച്ചത്? നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. കരിങ്കുടി കാണിച്ച് അവരുടെ ഒരിക്കലും ഒരു കരിങ്കുടി പ്രകടനവും ഒരു മിനിസ്റ്റർ ദേഹോദ്രവം ചെയ്ത ചരിത്രമില്ല. ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തിട്ടുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ച് അദ്ദേഹം ആശുപത്രി ആയിട്ടുണ്ട്. വേറെ ആരും ഇന്ന് വരെയും ഇത്ര കാര്യങ്ങൾ ആക്രമണങ്ങൾ കലാശിച്ചില്ല. വളരെ ചുരുക്കമാണ്. എന്തുകൊണ്ട് BJP നേതാക്കൾ അല്ലെങ്കിൽ ഷോൺ ജോർജിന്റെ ഒരു അഭിപ്രായം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കണ്ടില്ല എന്നുള്ളതാണ്? അന്ന് എല്ലാവരും പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യം. നഗ്നയായി ചിത്രീകരിക്കുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? നാളെ ഇനി എന്റെ മകള് ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചാൽ ഷോൺ ജോർജിന് BJPയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഷോൺ ജോർജ് BJPക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ആർക്ക് പറ്റൂ? ബീഫ് കഴിക്കരുതെന്ന് എൻ്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുന്നു, ഞാൻ ബീഫ് കഴിക്കുന്ന മനുഷ്യനാണ്. 25 വർഷമായി സജീവ രാഷ്ട്രീയത്തിലുള്ള എനിക്ക് ഞാനായിട്ട് ജീവിച്ചു എന്ന് തോന്നിയത് ഈ 2 വർഷമാണ്. അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ മാഫിയുണ്ട്. ആ മാഫിയയുടെ കയ്യിൽ നിന്നും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇതിൻ്റെ പണം കൈപ്പറ്റുന്നു. നല്ല ചെറുക്കനാണ്, കുഴപ്പമൊന്നുമില്ല. അവൻ്റെ 2 അടിയുടെ കുറവുണ്ട്. അത് കൊടുത്ത് അവനെ കൊണ്ട് ആ ഉളമ്പാറ ഇടുക ശരിയാവും. ഒരു ചെറിയ പ്രായത്തിൽ അർഹിക്കാത്ത അംഗീകാരം, അർഹിക്കുന്നതിനപ്പുറത്ത് അംഗീകാരവും സാമ്പത്തികവും ഒക്കെ ചുറ്റും കടന്ന് വന്നപ്പോൾ അവൻ വീണുപോയി. മനസ്സിലായില്ല? അവനതൊരു ഹരമായി മാറി. അടുത്ത 5 വർഷം BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എന്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, എന്ത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ഒരു തലമുറയോട് ഭരണകൂടം ചെയ്യുന്ന തെറ്റാണ്. ഇപ്പൊ എല്ലാവരുടെയും ഒരു പ്രതികരണ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്കും ഇൻസ്റ്റയും. ഒരു സ്ത്രീ രംഗത്തെത്തി എന്നെ ഞാൻ പീഡനത്തിൽ ഇരയായെന്ന് പറഞ്ഞാൽ പൊതുസമൂഹം മുഴുവൻ അവളോട് എത്തണം. ഇപ്പൊ 50-50 ആയി. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണ്. പള്ളി പറഞ്ഞ ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. കേരളം രാഷ്ട്രീയ ചൂടിലേക്ക് പോവുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയവും കുറച്ച് കുടുംബവിശേഷവും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി പാർവതിയുണ്ട്. നമസ്കാരം. നമസ്കാരം. നമ്മൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്താണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്? അല്ല, ഇത് ഒരു കാലം വരെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഭയമായിരുന്നു. ഭയമെന്നല്ല, അതുപോലെ ജോലിയാണ്. എപ്പോഴോ ഞാൻ BJPയിലേക്ക് വരുന്നതിന് മുമ്പ് എപ്പോഴോ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു വാക്ക് മോദിജിയുടെ പറയുന്നൊരു എന്നെ ഭയങ്കരമായിട്ട് അത് സ്വാധീനിച്ചു. ഇപ്പം എനിക്കത് അങ്ങനെയാണ്. ഉത്സവമാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവമാണ്. മെനക്കേടാണ്, നല്ല ഓട്ടമാണ്, ഉറക്കം പോലും നടക്കാനാണ്. പക്ഷെ അത് എൻജോയ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ പിന്നെ അതൊരു രസമാണ്. കാരണം ജനങ്ങളെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാ ദിവസവും നമ്മളെ അന്വേഷിച്ച് വരുന്നവരെ കാണാനല്ലേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ലല്ലോ. ഇത് നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്, അവരോടൊപ്പം കൂടുകയാണ്. അപ്പം അത് ഒരു ഉത്സവമാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ. നമ്മൾ തുടക്കുന്നതിന് മുമ്പ് സംസാരിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് രാഷ്ട്രീയം അറിയില്ല എന്നുള്ള സാധനം. ഇത്രയും സജീവമായിട്ട് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയം നോക്കി കണ്ട് അനലൈസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. ഇനിയും രാഷ്ട്രീയത്തിൽ പഠിക്കാനായിട്ടുണ്ടോ? എല്ലാ ദിവസവും. ഞാൻ 25 വർഷമായി സജീവ രാഷ്ട്രീയ പ്രവർത്തനം. 25 അല്ല, അതിക്കുള്ളായി. സജീവ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് 25 വർഷമായി. എനിക്ക് 43 വയസ്സാണ്. എല്ലാ ദിവസവും ഓരോ പാഠമാണ്. കാരണം വളരെ താഴെ തട്ട് മുതൽ ഇവിടം വരെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ പദവി വരെ എത്തുമ്പോൾ ഞാൻ കടന്നു പോകാത്തതായ ഒരു മേഖലകളില്ല, കടന്നു പോകാത്തതായ പ്രതിസന്ധികളില്ല. ഇതെല്ലാം തരണം ചെയ്ത് വരുമ്പോൾ ഇന്ന് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ സംസാരിച്ചതിന് ശേഷം ഇന്ന് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നൊരു ഇഷ്യൂ എനിക്ക് പുതിയ അനുഭവമാണ്. നമ്മൾ റിപ്പീറ്റേഷൻസ് വരുമെങ്കിൽ പോലും ഇന്ന് ഞാൻ കാണാൻ പോകുന്ന ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഇഷ്യൂ എന്നെ സംബന്ധിച്ച് പുതിയതല്ലേ. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരന്
എന്നും ഡോക്ടറുടെ കാര്യം പറഞ്ഞതല്ലേ, ഞങ്ങൾ എന്നും അപ്ഡേറ്റ് ചെയ്യണം, എന്നും പഠിക്കണം. ഇന്നത്തെ വിഷയം എന്താണ്? ലോകം യുദ്ധത്തിലേക്ക് പോകും. അപ്പോൾ അത് പഠിക്കണ്ടേ? നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. നമ്മളോട് ചോദിക്കും ആളുകൾ എന്താണ്. ഇപ്പോൾ ഒരു ചാനലിൽ നിന്ന് വിളിക്കുകയാണ്, എന്താണ് ഇതിനെ സംബന്ധിച്ച് പ്രതികരണം. അപ്പോൾ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായം ഞാൻ സ്വരൂപിക്കണം, എൻ്റെ അഭിപ്രായം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പഠിക്കണം. ഇതെല്ലാം എല്ലാ ദിവസവും നമ്മൾ പഠിക്കണം. ഇതൊന്നും അല്ലാതെ ഒരാള് മിണ്ടാതെ മാറിയിരിപ്പുണ്ട്. ചേച്ചിക്ക് അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാത്തിനും കൃത്യമായ അഭിപ്രായമുണ്ട്. അല്ല, എങ്ങനെയാണ് ഞാൻ തിരുത്താം, ഒന്നും അറിയാത്ത പോലെ ഒരാൾ ഒരാൾ ഇരിപ്പുണ്ട് എന്നുള്ളത്. ഇതിൽ എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കേണ്ടത്, ജഗദീഷ് സാറ് ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. കല്യാണം കഴിച്ചു വന്നപ്പം അതിനേക്കാളും തിരക്കുള്ള ഒരു വ്യക്തി. എങ്ങനെയാണ് കാണുന്നത്? ചിലരുടെ തലവിധിയാണ്. അത് അവളുടെ ജാതകത്തിൽ പറഞ്ഞതാണ്. അവൾ എവിടെ ചെന്നാലും അവിടെ എല്ലാം തിരക്കായി പോകും. അല്ല, ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്ന സിനിമാക്കാർക്കാണ് ഭയങ്കര തിരക്ക്. പക്ഷെ ഒരു പ്രത്യേകത, അപ്പൊ ഞാൻ വിചാരിച്ചു രാഷ്ട്രീയക്കാർക്ക് അത്ര തിരക്കുണ്ടാവില്ല. അപ്പൊ നമ്മളെ കുഞ്ഞിലെ കാണുന്ന പപ്പ ഫുൾ ടൈം എന്നെ കല്യാണം കഴിച്ച് വിടുന്നതിന് വരെ വളരെ തിരക്കേറിയ ഒരു നടനാണ്. അപ്പൊ എന്റെ കല്യാണത്തിന് പോലും പുള്ളി തലേദിവസമാണ് എത്തുന്നത്. അതിനുപോലും എത്തുമെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ വേറൊരു കാര്യമുണ്ട്, സിനിമാക്കാരെ സംബന്ധിച്ച് അവർക്കൊരു ക്വാളിറ്റി ടൈം വേണമെങ്കിൽ ഇത്ര ദിവസം എനിക്കൊന്ന് ഫാമിലിയിലൂടെ ചെലവഴിക്കണം എന്ന് വിചാരിച്ചാൽ അവർക്കത് എടുക്കാൻ പറ്റും. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, രാഷ്ട്രീയം എന്ന് പറയുന്നതാണ്, സിനിമ എന്ന് പറഞ്ഞാൽ അവർ അഭിനയിക്കുന്നതാണ് അല്ലേ, രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു 24 hours ജോബാണ്, ഒരു ജീവിതമാണ്. അതൊരു ജീവിതമാണ്, ഒരു തപസ്യ എന്നൊക്കെ പറയുന്ന പോലെ പുള്ളിക്ക് അദ്ദേഹത്തിനൊരു തപസ്യാണ്. അപ്പം ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഞങ്ങളുടെ ഇടയിൽ. അതെ, ഞാൻ പലപ്പോഴും വിളിച്ചപ്പോ ഷോൺ ചേട്ടൻ എവിടെയാ, എനിക്കറിയില്ല ശരിക്കും ഞാനിപ്പോ പാലയില് ഇപ്പൊ എനിക്ക് ഇൻചാർജ് വന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിലിപ്പോ ഒരു മാസമായിട്ട് ഞാൻ വീട്ടിലുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ വരുന്നത് ആഴ്ചയിൽ 2 ദിവസത്തേക്കുള്ളിൽ വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇപ്പൊ ശരിക്കും ഞാൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ നാട്ടിൽ വരാൻ പറ്റിയത്. ഞാൻ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, എവിടെയാണെന്ന് വൈകുന്നേരം വിളിക്കുമ്പോ അല്ലെ ഇടയ്ക്ക് വിളിക്കുമ്പോ. അല്ല, കല്യാണം കഴിച്ച ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്നിനും നമുക്ക് ആളെ പോലും കിട്ടുന്നില്ല, പപ്പും കൂടെ ഇല്ല എന്നുള്ള. കല്യാണത്തിന് പള്ളി വെച്ച് കണ്ടെന്നല്ല, എനിക്കൊന്ന് അന്നും അദ്ദേഹത്തിന് ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഒരു സ്ഥാനം അങ്ങനെ ഇല്ലല്ലോ. അന്നും ജനപക്ഷത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാണി സാറുമായിട്ടുള്ള പാർട്ടിയിൽ ലയിച്ചു. എന്നാലും ഫുൾ ടൈം ഞാൻ കണ്ടിടത്തോളം കോളേജ് മുതലേ രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ ഐ എം ലൈക്ക് യൂസ് ടു ഇറ്റ്. പിന്നെ എനിക്ക് മനസ്സിലായി ഷോണിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഷോൺ ഇടപെടുന്ന രീതികളും സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഞാൻ വെച്ചാൽ ഈസ് ഡൂയിങ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സൊസൈറ്റി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ പിന്നെ നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മളായിട്ട് സാക്രിഫൈസ് ചെയ്യും. കാരണം നമ്മൾ അതിലും വലിയ കാര്യങ്ങൾ നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കണം. എനിക്ക് തോന്നുന്നു ഏതൊരു രാഷ്ട്രീയക്കാരന്മാരുടെയും ഭാര്യമാർക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഇതുമൊക്കെ ഒന്നും കുറച്ച് നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ കുറച്ചും കൂടെ സെൽഫ് ഡിപ്പെൻഡന്റ് ആവണം. ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യ എന്നുള്ളത് എനിക്ക് എല്ലാത്തിനും നമുക്ക് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യത്തിലും നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുക. ഞാനിപ്പോ അങ്ങനെ സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ സമ്മർദ്ദം മൂലം ചെയ്തു പോകുന്നതാണ്. അതെ, അങ്ങനെ സമ്മർദ്ദം കൊണ്ട് അവൾ അങ്ങനെയായി. നല്ലതല്ലേ? സിനിമയുടെ ഒരു തുടക്കം ഇട്ടുകൊണ്ട് ഞാൻ വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ പാർട്ട് 1ഉം 2ഉം വന്നു. 2 വന്ന സമയത്ത് ഈ അടുത്തിടയ്ക്കാണ് അതിൻ്റെ വിവാദങ്ങളൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയെന്ന് വെച്ചില്ല എന്നുള്ളതാണ്. ഇന്നലെ സിനിമ റിലീസായി. എന്തുകൊണ്ട് BJP നേതാക്കൾ അല്ലെങ്കിൽ ഷോൺ ജോർജിന്റെ ഒരു അഭിപ്രായം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കണ്ടില്ല എന്നുള്ളതാണ്? അല്ലെങ്കിൽ ഇതിന്റെ ട്രെയിലറുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം വിവാദങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രതികരണം ഞങ്ങൾ കണ്ടില്ല. അതിനെ വിവാദമാക്കുന്നത് എൻ്റെ അഭിപ്രായം അതാണ്. ഇവിടെ ഈ വൺ സൈഡ് മതേതരത്വമുണ്ട്. കേരള സ്റ്റോറി പറയുന്നത് ലവ് ജിഹാദിനെ കുറിച്ചാണ് കൂടുതൽ. ഫസ്റ്റ് വൺ അതാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ മുസ്ലിം വിഭാഗത്തെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടല്ല, പക്ഷെ ഇതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ ഒരു ടേം ലവ് ജിഹാദ് അതെവിടെയും ഡിറൈവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതൊരു ഗവൺമെൻറ് ടേം അല്ല. ഇപ്പോൾ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും പറയില്ല. പക്ഷേ പ്രണയം നടിച്ച് മതം മാറ്റാൻ വേണ്ടി പ്രണയം നടിക്കുന്നതിനെ ആണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. നടിക്കുന്നതിനും അപ്പുറം അതിനു വേണ്ടി രാജ്യവിരുദ്ധ ശക്തികളുടെ പണം കൈപ്പറ്റുന്ന
കുറേ സംഘടിത ശക്തികൾ കേരളത്തിലുണ്ട്. അത്തരം ആളുകളെ പ്രതിരോധിക്കുക എന്നുള്ളത്, ഇപ്പോൾ പ്രേമിച്ചു, കല്യാണം കഴിച്ച പുരുഷൻ്റെ മതത്തിലേക്ക് മതം മാറി, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇതൊന്നും അതല്ല. ഇപ്പം ഞാൻ പറയാം, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് യൂസഫ് കല്യാണം കഴിച്ചിട്ടുള്ളത് ഈ തൊട്ടടുത്ത് തെടനാട് പഞ്ചായത്തിൽ നിന്നൊരു പെൺകുട്ടിയാണ്. അവൾ ഇസ്ലാം മതം സ്വീകരിച്ച് 4 പെൺകുട്ടികളുടെ അമ്മയാണ്. അവൾ പൊന്നുപോലെ അവൻ നോക്കുന്നുണ്ട്, നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അവന് 4-5 ബസ്സുണ്ട്. ബസ്സിന് മുഴുവൻ അവളുടെ പേരാണ്. സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതല്ല ലവ് ജിഹാദ്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വമായി മതപ്പാറ്റുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി കബളിപ്പിച്ച് പ്രേമിക്കുക, അല്ലെ പ്രണയം നടിക്കുക. അതിനുവേണ്ടി ഇപ്പോൾ PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, അതായത് ലവ് ജിഹാദിന് ഉള്ള കൊട്ടേഷനാണ്. നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം. ഇതൊക്കെ കേരളം കണ്ട കാര്യമാണ്. ഒന്നും വേണ്ട. ഇപ്പോൾ ഈ കോതമംഗലത്ത് മരിച്ച ഒരു പെൺകുട്ടി, പേര് പറയാൻ സ്വാതന്ത്ര്യമില്ല, ആ പെൺകുട്ടിയുടെ കുടുംബവും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ബന്ധമുണ്ട്. ഞാൻ അവിടെ പോയിരുന്നു, അവരുടെ കാര്യത്തിൽ ഇടപെട്ടു. അവരുടെ വിഷയത്തിൽ NIA ഉൾപ്പെടെയുള്ളവരുടെ പെറ്റീഷൻ പോലെ ഞാൻ മൂവ് ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടിയെ പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് പൂട്ടിയിട്ട് മതം മാറ്റത്തിന് നിർബന്ധിക്കുക മാത്രമല്ല, ആ കുട്ടിയെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. പീഡിപ്പിച്ചത് ഈ ചെറുപ്പക്കാരൻ മാത്രമല്ല, അവരുടെ വീട്ടുകാരും ബന്ധുക്കളും. പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ PFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ വലിയ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ആ കേസ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല. ആ കേസ് ഇപ്പോൾ അത് ചാർജ് ഷീറ്റ് കൊടുത്തു. പ്രണയ നൈരാശ്യം കൊണ്ട് കൊച്ചാത്മഹത്യ. ഇതിനെ മതം മാറ്റാൻ നിർബന്ധിച്ചതും പീഡിപ്പിച്ചൊന്നും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നില്ല. ഈ കേരള സ്റ്റോറി പറഞ്ഞു വെക്കുന്ന ഇത്തരത്തിലുള്ള കഥയാണ്. അത് ഇന്നലെ പ്രദർശിപ്പിച്ചപ്പോൾ കോട്ടയത്ത് പ്രശ്നമുണ്ടാക്കിയത് ചില രാഷ്ട്രീയ പാർട്ടിയാണ്. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ എല്ലാത്തിനും ഇപ്പോൾ സീതാദേവിയെ നഗ്നയായി ചിത്രീകരിച്ച MS ഹുസൈൻ അവാർഡ് കൊടുത്ത നാടാണിത് കേരളം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവ വിഭാഗം എന്തുകൊണ്ട് അന്ന് എല്ലാവരും പറഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. സീതാദേവിയെ നഗ്നയായി ചിത്രീകരിക്കുന്നതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം? അപ്പോൾ അത്രയും പ്രകടമായി പോലും ചെയ്തിട്ട് അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ആളുകൾക്ക്, ഇന്നലെ തടഞ്ഞ ആളുകൾ തന്നെയാണ് അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. അവർക്ക് എന്തുകൊണ്ട് കേരള സ്റ്റോറിയെ ആവിഷ്കാര സ്വാതന്ത്ര്യം കാണാൻ പറ്റില്ല? നമ്മൾ ആരെയും നിർബന്ധിച്ചു അത് പോയി കാണണമെന്ന്? ഞാൻ കണ്ടിട്ടില്ല. ഈ കേരള സ്റ്റോറി 1 ഞാൻ കണ്ടിട്ടില്ല, 2 കണ്ടിട്ടില്ല. എനിക്ക് സൗകര്യമുണ്ട്, ഞാൻ കാണണമെന്ന് ആഗ്രഹമുണ്ട്, സമയം കിട്ടിയിട്ടില്ല. പക്ഷെ അതിനകത്ത് വിഷയം എന്ന് പറഞ്ഞാൽ കേരള സ്റ്റോറി എന്ന പേരും കേരളത്തിൽ നടക്കാൻ വളരെ സാധ്യത കുറവുള്ള കുറച്ച് വിഷയങ്ങളാണ് അതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ലവ് ജിഹാദ് ആണെങ്കിൽ നടക്കാൻ സാധ്യതയുള്ളതല്ല, നടന്നിട്ടുള്ളതാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നില്ല? ചർച്ച ചെയ്യാൻ ആർക്കും ഇവിടെ പറ്റുന്നത്? ഇത് ഞാൻ സ്ഥിരമായി പറയുന്ന ഒരാളാണ്. അപ്പോൾ ഉടനെ പറയുന്നത് ഏറ്റവും വലിയ ലവ് ജിഹാദുകാരനാണ്. ഇതൊക്കെ വരാൻ പോകുന്നത് ഏറ്റവും വലിയ ലവ് ജിഹാദാന്ന് പറഞ്ഞു. ഞാന് എന്താ ഉള്ള പേര് പാർവതി. ഇപ്പൊ ഇരിക്കുന്ന എവിടെയാ? പ്ലാത്തോടത്ത് വീട്ടിലാണ്. അകത്ത് 2 കുട്ടികൾ ഇരിപ്പുണ്ട്. അവൾക്ക് സൗകര്യമുള്ള അമ്പലത്തിൽ പോകുന്നുണ്ട്. ഇന്ന് തിരുവനന്തപുരം പോവാ. എന്തിനാ പോകുന്നത്? പൊങ്കാലയിടാനാ പോകുന്നത്. മനസ്സിലായില്ലേ? അവളുടെ വിശ്വാസത്തിന് യാതൊരു കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ എന്നോട് പള്ളിയിൽ വരും, അവൾ എന്നോട് അമ്പലത്തിൽ പോകും. ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവൾക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ടുവിടാറുണ്ട്. അവിടെ എന്തെങ്കിലും ഈ 18 വർഷത്തിനിടയിൽ പാർവതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിശ്വാസത്തിന് എന്തെങ്കിലും ഒരു കുറവ് ഷോൺ ജോർജ് വരുത്തിയിട്ടുണ്ടോ? അത് ഞാൻ കൊടുക്കേണ്ടത് അവളുടെ അവകാശമാണ്. ഞാൻ കൊടുക്കേണ്ട ഫ്രീഡം ആർക്കും ഫ്രീഡം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ കൊടുക്കേണ്ട ഫ്രീഡം അല്ല, അവളുടെ അവകാശമാണ്. അതല്ല ഇവിടെ നടക്കുന്നത്. മനസ്സിലായില്ലേ? അതിനെ അപ്പോൾ ഞാനിതിനെ പ്രതികരിക്കുമ്പോൾ ഉടനെ പറയും ലവ് ജിഹാദ് വീട്ടിലിരിപ്പില്ലേ. ഇതാണ് എന്തെങ്കിലും പ്രശ്നം. അത് ജനം തീരുമാനിക്കട്ടെ, പൊതുജനം തീരുമാനിക്കട്ടെ. പാർവതി ഷോൺ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ജനം തീരുമാനിക്കട്ടെ. പിന്നെ ഇവിടെ ഇത് അല്ലെങ്കിൽ പറയുമ്പോൾ ഞങ്ങളിത് പറയുമ്പോൾ എന്താ ഇവർ കാണിക്കുന്നത്? ഇത് മുസ്ലിം സമുദായത്തിനെതിരായി ഞങ്ങൾ പറയുന്നാക്കും. മനസ്സിലായില്ലേ? വി ആർ നോട്ട് അഗൈൻസ്റ്റ് മുസ്ലിംസ്, വി ആർ നോട്ട് അഗൈൻസ്റ്റ് എനി റിലീജിയൻ. ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്നതും ആ റിലീജിയനിലുള്ളവരല്ല. അത് ആ റിലീജിയനിലുള്ളവരല്ല, അങ്ങനെയും പറയാൻ പാടില്ല. ആ റിലീജിയനിൽ ഈ PFI പോലെയുള്ള സംഘടനകൾ അംഗത്വങ്ങൾ ഉള്ളവരാണ് ഈ കമന്റ് ചെയ്യുന്നത്. ശരിക്കും ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അമിത്ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. പാർട്ടിയുടെ കമ്മിറ്റിയിൽ CK പത്മനാഭൻജി അദ്ദേഹം അമിത്ഷാജിയുടെ ചോദ്യം ചോദിച്ചു. ഞങ്ങളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്.
ചേച്ചി നമ്മളെക്കുറിച്ച് ഈ മുസ്ലിം വിരുദ്ധതയാണല്ലോ ഇവർ പറയുന്നത്. അതെ, എല്ലാവരും നമ്മൾ മുസ്ലിം വിരുദ്ധരാണെന്ന് പറയുന്നു. നമ്മൾ എന്താ അതിന് പറയുന്നത്? ഒരു പ്രത്യേക മതത്തിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവർ ഇപ്പോഴും BJP എന്ന് പറയുമ്പോൾ മതത്തിന്റെ അതാണ് വരുന്നത്. ഞാൻ അപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് അമിത്ഷാജി, ഞങ്ങൾ കോർ കമ്മിറ്റിയാണ്. അപ്പോൾ അമിത്ഷാജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു മതത്തിനോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ സംഘടനകളോ പ്രീണനം നടക്കുമ്പോൾ, ഒരാളോടൊരു ഫേവറിസം നടത്തുമ്പോൾ അത് മറ്റൊരു സംഘടന മറ്റൊരു മതത്തിനോട് ചെയ്യുന്ന ഇൻജസ്റ്റിസാണ്. ആ ഇൻജസ്റ്റിസിനെ അല്ലെങ്കിൽ ആ അനീതിയെ BJP ചോദ്യം ചെയ്യും. അത് ഇന്ന് കൂടുതൽ നടക്കുന്നത് ഹൈന്ദവ വിഭാഗത്തിനെതിരായതുകൊണ്ടാണ് നമ്മളെ ഒരു ഹൈന്ദവ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിൽ ഇവർ ചിത്രീകരിക്കുന്നത്. നാളെ ഇത് ഹിന്ദുക്കൾ ഇവിടുത്തെ ക്രിസ്ത്യാനിയോടോ മുസ്ലിമിനോടോ ഈ അനീതി കാണിച്ചാൽ BJP അവിടെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഉത്തരം. ഞാനുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയായ ക്രിസ്ത്യാനിയാണ്, പാലാക്കാരൻ ക്രിസ്ത്യാനിയാണ് അല്ലേ, പാലാ രൂപതക്കാരൻ ക്രിസ്ത്യാനിയാണ്. അതിനേക്കാൾ വലിയൊരു ക്രിസ്ത്യാനിയൊന്നും ഇപ്പോൾ ഇല്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ക്രൈസ്തവ കേന്ദ്രമാണ് പാല. അവിടുത്തെ ഒരു ക്രൈസ്തവരായ ഞാൻ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ BJPയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ പലതിൽ മുമ്പിൽ വന്നപ്പോൾ ഓപ്പണായിട്ട് നിലപാട് സ്വീകരിക്കാൻ എനിക്ക് പറ്റിയത്. ഇവിടെയുള്ള ഇപ്പോൾ ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി സി കാപ്പൻ, ഫ്രാൻസിസ് ജോർജ്, PJ ജോസഫ് അല്ലെങ്കിൽ PC തോമസ് അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം എടുത്തു. ഇവർക്ക് ആർക്കെങ്കിലും പ്രതികരിക്കാൻ പറ്റിയോ മുനമ്പം പ്രശ്നത്തിൽ? അവരോടൊപ്പം നിന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റി. എന്തുകൊണ്ടാണ്? ഷോൺ ജോർജ് BJPക്കാരനായതുകൊണ്ടാണ്. BJPയിൽ എനിക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഒരു അനീതി ഉണ്ടായി. ആ അനീതിക്ക് എതിരെ പ്രതികരിക്കാൻ BJP എനിക്ക് സ്പേസ് തന്നു. പറ്റിയോ? ഫ്രാൻസിസ് ജോർജ് അവിടെ വന്ന് പ്രസംഗിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരുത്തി. ജോസ് കെ മാണിക്ക് അവിടെ വന്ന് തല കാണിച്ചു പോകാൻ പോലും പറ്റിയില്ല. അവിടെ 1 മണിക്കൂർ കൊണ്ട് അയാൾ പറഞ്ഞ അഭിപ്രായം മാറ്റി പറയേണ്ട വന്നു. വഖഫ് ഭേദഗതി ബില്ലിനെ പരസ്യമായിട്ട് പാർലമെന്റ് എതിർത്തു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. ഇവരെല്ലാം കൈവക്കി. അതിനെ എതിർത്ത് ഷോൺ ജോർജാ. എന്തുകൊണ്ടാ? ഷോൺ ജോർജിന് BJPയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഷോൺ ജോർജ് BJPക്കാരനായിരുന്നു. അതുകൊണ്ടാണ്. ആർക്ക് പറ്റൂ? ഞാൻ പറഞ്ഞില്ലേ, 25 വർഷമായി സജീവ രാഷ്ട്രീയത്തിലുള്ള എനിക്ക് ഞാനായിട്ട് ജീവിച്ചു എന്ന് തോന്നിയത് ഈ 2 വർഷമാണ്. 2 വർഷം BJPയുടെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോഴാണോ ഈ 16ാമത്തെ വയസ്സിൽ തുടങ്ങിയ രാഷ്ട്രീയത്തിൽ ഒരു ഇതാണ് അല്ലല്ല, നമ്മൾ പലതിനും മൂകസാക്ഷിയായി മിണ്ടാതിരിക്കേണ്ട ഗതികേടുണ്ടാവും ഈ മുന്നണി താല്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ. ഇന്നെനിക്കതില്ല. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തരുന്നത് എനിക്ക് BJPയാണ്. ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി കേരള സ്റ്റോറി പറഞ്ഞു വെക്കുന്നുണ്ട്, ബീഫ് കഴിക്കുന്നത് തെറ്റാണ് എന്നുള്ളത്. നമ്മൾ ബീഫേ കഴിക്കുന്നുണ്ട്, കഴിക്കും. ഒന്നാം തരം ക്രിസ്ത്യാനിയാണ്. പക്ഷെ എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഇതൊക്കെയാണ് കേരളത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വൃത്തികേടുകൾ. ബീഫ് കഴിക്കരുതെന്ന് എന്റെ രാഷ്ട്രീയ പാർട്ടി ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് പറയുന്നു, ഞാൻ ബീഫ് കഴിക്കുന്ന മനുഷ്യനാണ്. പശുവിറച്ചി കഴിക്കില്ല. അവിടെയാണ് മനസ്സിലായി എന്താണ് പ്രശ്നം? പശുവിന് മാത്രമല്ല, ആടില്ലേ, കറക്കുന്ന ആടിനെ കഴിക്കാൻ പാടില്ല. മനസ്സിലായോ? കറക്കുന്ന എരുമേനെ കഴിക്കാൻ പാടില്ല. എന്താണെന്നറിയോ? കറക്കുന്ന ഏതൊരു ജീവിയുടെയും ഇറച്ചി എന്ന് പറയുന്നത് ഹോർമോണലി മനുഷ്യന് ഡാമേജിങ് ആണ്. അത് ശരിക്കും സയന്റിഫിക്കലി പ്രൂവ്ഡാണ്. അത് തെറ്റാണ്. അതിന് വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു സൈഡിലുണ്ടാവും. പക്ഷെ സയന്റിഫിക്കലി ഞാൻ പറയാമല്ലോ, കറക്കുന്ന അതായത് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മൃഗങ്ങളുടെയും ഇറച്ചി കഴിക്കാൻ പാടില്ല. ഞാൻ കഴിക്കില്ല. പശുവിറച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ തൊടില്ല. കാരണം അത് തിന്നാൻ പാടില്ലാത്ത സാധനമാണ്. അത് അങ്ങനെയാണ് അതിൻ്റെ ശരി. ഇപ്പോൾ മുട്ടനാടിനെ കൊന്ന് നമ്മൾ സുന്ദരമായിട്ട് തിന്നും, നല്ല അടിപൊളിയായിട്ട് നമ്മൾ തിന്നും അല്ലേ? ഫ്രൈ ചെയ്ത് കഴിക്കും, അല്ലാതെ കഴിക്കും. ഇത്ര ടേസ്റ്റുള്ള ഇറച്ചി ഉണ്ടോ? ഇതിനെ ചിത്രീകരിക്കുന്ന ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് BJP നേതാക്കന്മാർ ബീഫ് കഴിക്കുന്ന ആരാ പറഞ്ഞത്? ഞാൻ കഴിക്കും. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ സുന്ദരമായിട്ട് ബീഫ് കഴിക്കും. ആകണമല്ലോ. ബീഫ് കഴിക്കരുതെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പശു ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. അത് മാത്രമല്ല വിശ്വാസപരമായ കാര്യം ഉണ്ടാവും. അത് ഞാൻ പറയല്ലോ, ബീഫ് കഴിക്കരുത് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? എന്നോട്. ഈ നിമിഷം വരെ എന്നോട് എൻ്റെ പാർട്ടിയോ ഞാൻ സംഘത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും ഞാൻ പങ്കെടുക്കുന്ന ആളാണ്. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിക്കാറുണ്ട്. ഇന്നലെ കഴിച്ചു. ചേച്ചി, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്, ഷോൺ ജോർജ് മതം മാറ്റിയാണോ പാർവതീനെ കല്യാണം കഴിച്ചത്?
ഞാൻ പറയട്ടെ, മതം മാറുക എന്നുള്ളൊരു അജണ്ട അവിടെ വന്നിട്ടേ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ സ്നേഹിച്ചു എന്നുള്ളതല്ല, മതം മാറണം എന്ന് നിർബന്ധം പറഞ്ഞത് എൻ്റെ ഫാദറാണ്. അതെ. ഇദ്ദേഹം എൻ്റെ പപ്പയടുത്ത് വന്ന് സംസാരിക്കുമ്പോഴും ഇവിടുത്തെ പപ്പ എൻ്റെ പപ്പയടുത്ത് വന്ന് എനിക്ക് കൊച്ചിനെ ഇങ്ങ് തന്നേച്ചാൽ മാത്രം മതി, എനിക്ക് നമ്മുടെ കൊച്ചിന്, നമുക്ക് വീട്ടിലൊരു പെങ്കൊച്ചില്ല, എനിക്ക് അവളെ വേണം, നമ്മുടെ മകളായി എന്ന് മാത്രമേ പപ്പ അവിടെ നിന്ന് പറഞ്ഞുള്ളൂ. പക്ഷെ മതം മാറ്റണം എന്നുള്ള ഒരു ഐഡിയ വന്നത് എൻ്റെ പപ്പയ്ക്കാണ്. കാരണം എനിക്കൊന്ന് ഒരു പക്ഷെ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം, പപ്പയ്ക്ക് നിർബന്ധമായിരുന്നു എന്തായാലും ഞാൻ കല്യാണം കഴിച്ച ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്കാണ് പോകുന്നത്. ഇവിടെ അതിനകത്ത് അദ്ദേഹം ഒരു റീസൺ പറഞ്ഞിരുന്നു. നീ അരിയുത്തറ പള്ളിയിൽ നിന്നെ അടക്കും, നിന്റെ അപ്പനും അമ്മയും അടക്കും, നിങ്ങൾക്കുണ്ടാകുന്ന പിള്ളേരെയും അവിടെ അടക്കും, എൻ്റെ മകളെ എവിടെ അടക്കും എന്നൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മകളെ തെമ്മാടിക്കുഴിയിൽ അടക്കാൻ ഞാൻ സമ്മതിക്കില്ല. കമ്മ്യൂണിറ്റി മാറ്റി നിർത്താൻ പാടില്ല, ഒന്നിലും അവൾക്ക് എന്നോടുള്ള ഒരു സ്നേഹമായിരിക്കും. അതിനകത്തൊരു അദ്ദേഹം പറഞ്ഞൊരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിന്റെ ഭാഗമായി, പ്രത്യേകിച്ചും പാലാ പോലെ ഒരു ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പാലാ രൂപത്തിൽപ്പെടുന്ന ഒരു പ്രദേശത്തൊക്കെ വരുമ്പോൾ അവൾ ഒറ്റപ്പെടുമോ, അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ. പക്ഷേ അങ്ങനെ ഒരു ചിന്താഗതിയുടെ ആവശ്യമില്ലായിരുന്നു പക്ഷെ പിന്നീട് അച്ചായൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ പോലും മാറ്റേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന്. പിന്നീട് എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ട് എന്നോട് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കിത് പിന്നീട് തോന്നി അതിന്റെ പോലും ആവശ്യമില്ലായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാനൊന്ന് പറയാൻ സമയം. ഞാൻ സ്നേഹിച്ചത് ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോയി ജീവിക്കണത് എന്ന് പറഞ്ഞ് ഞാനൊരു മതത്തിനെ സ്നേഹിച്ചിട്ടല്ല ആ മതം മാറി വേറൊരു മതത്തിലേക്ക് വന്ന്. എന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്റെ മതത്തിനെ സാക്രിഫൈസ് ചെയ്തു. ഇപ്പൊ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് മതം മാറാതെ കല്യാണം കഴിച്ചുകൂടായിരുന്നു. അപ്പൊ ആ സ്നേഹത്തിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഞാൻ മതത്തിനെയല്ലേ കൂടുതൽ, മതം മാറാതെ ഞാൻ സ്നേഹിച്ച് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട് എൻ്റെ അടുത്ത്. അപ്പം സ്നേഹത്തിന് എന്താ വിലയുള്ളത്? അതെ, ഞാൻ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്ത് സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുള്ള ആളാണ്. അതിലും മേളിലൊരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ മതസ്ഥരും പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്, അല്ലേ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക, അല്ലേ? അത് എല്ലാ മതത്തിലും അത് തന്നെയാണ് പറയുന്നത്. സോ ഞാൻ ചെയ്തത് എനിക്ക് ഒരിക്കലും ഒരു മനസാക്ഷി കുത്തുണ്ടായിട്ടേ ഇല്ല. നാളെ ഇനി എൻ്റെ മകള് ഒരു മുസ്ലിമിനെയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെയോ ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചാലും നമുക്കൊരു പ്രശ്നമില്ല. അതായത് അപ് ടു ഹർ, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ചിന്താഗതിയുള്ളവരെ എന്നെ കുഞ്ഞിലെ തന്നെ ഇങ്ങനെ ഹിന്ദുയിസം ഡെവലപ്പ് അങ്ങനെ വളർത്തിയത്. എൻ്റെ പപ്പ ഈ പറഞ്ഞ പോലെ എല്ലാ ഇതിലും വിശ്വസിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ പപ്പയ്ക്കും അങ്ങനെ ഇല്ല. ഇദ്ദേഹം എനിക്ക് ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ട് നേടി ജയിച്ച ഒരു MLA ആണ്. അപ്പൊ ഒരിക്കലും നമ്മുടെ ഇതില് മതം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല ഞങ്ങൾക്ക്. ഇനി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അത് അപ് ടു ദം. അവർക്ക് മതം വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അത് അപ് ടു ദം. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് പ്രത്യേക സമയങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിൽ ഇങ്ങനൊരു ടോക്ക് വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പാർവതി ഷോണിനെ മതം മാറ്റി കല്യാണം കഴിച്ചു എന്നുള്ള എപ്പോഴാണെങ്കിലും അതാണ് എന്തെങ്കിലും വേണമല്ലോ ഇതൊന്നും ഇവിടെ കേൾക്കുന്ന കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഇതൊന്നും ഒരു ഞങ്ങളായിരിക്കും ഇതൊക്കെ മാറ്റി മറിച്ച് ഒരു ചരിത്രം മാറ്റുന്ന രീതിയിൽ കല്യാണം കഴിഞ്ഞിട്ട് 10 രൂപ പിള്ളേരെ കെട്ടിക്കാറാവും. എല്ലാം മാറട്ടെന്നേ. എപ്പോഴും ഒരു സമൂഹത്തിൽ ഒരു ഇതിൽ മാത്രം കെട്ടാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. മനുഷ്യ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് കെട്ടിട്ട് എല്ലാരും ആവട്ടെ. നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഞാൻ കണ്ടു. ഇടിയൊക്കെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ തമ്മിൽ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവാറുണ്ടോ നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ ഈ 19 വർഷം ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയത് തന്നെ ഇദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ ഞാനൊരു അഭിപ്രായം പറയോ, എന്റെ പ്രൊഫഷനിൽ പുള്ളി ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഇതില്ല. കലാപരമായിട്ട് ഒരു അഭിപ്രായം ഇല്ലാത്ത മനുഷ്യനായിരുന്നു. ഞാൻ പാട്ട് പാടും അച്ഛൻ കളിപ്പിച്ചു. ഇവിടെ ഗുരുതരമായി ഇവിടെ വഞ്ചിച്ചു. സ്നേഹിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ പാട്ട് പാടും. അപ്പൊ എന്റെ വിശ്വാസം ഞാനിപ്പോ എന്റെ സുഹൃത്തുക്കള് എല്ലാം ഞാൻ പാട്ട് പാടുമ്പോഴേ 2 പാട്ടുകളാണ് എന്റെ ഫേവറേറ്റ് പാട്ടുകൾ. അമ്പലപ്പുഴി വെണ്ണിലാചന്ദനക്കിണ്ണം, ഈ 2 പാട്ടേ അച്ഛൻ അറിയത്തുള്ളൂ. ഈ 2 പാട്ടുകളും എന്റെ ഫേവറേറ്റ് പാട്ടുകളാണ്. ഇത് ഞാൻ എവിടെയാണ് പാടും, എനിക്കൊരു മടിയില്ല, അങ്ങനെ പാടും. അപ്പൊ എന്റെ സുഹൃത്തുക്കള് മോൻഷുപ്പടെ എല്ലാവരും പറയും മേലിൽ ഈ പാട്ട് പാടിയെന്ന് പറയും. ഞാൻ എന്റെ ഉള്ളിലെ കലാകാരൻ ഇങ്ങനെ അടിച്ചമർത്തി വെച്ചിരിക്കാം. അപ്പോഴാണ് ഞങ്ങൾ ഈ
പ്രേമിച്ചുകൊണ്ടിരുമ്പോൾ രാത്രി വിളിച്ച് ഫോൺ വിളിക്കും. അതെ ഫോൺ വിളിക്കുമ്പോൾ പാടാൻ പറയുമ്പോൾ ഞാൻ പാടും. പുള്ളി പറയും നന്നായിട്ട് പാടുന്നു. അന്ന് പ്രേമിച്ചോണ്ടിരിക്കുകയല്ലേ? ഞാനത് വിശ്വസിച്ചു. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവളെന്നോട് പറഞ്ഞു, അന്ന് ഞാൻ ചുമ്മാ പറഞ്ഞ മേലിൽ ഇഞ്ഞ് പാടിയേക്കരുത്. അപ്പൊ എന്നെ വഞ്ചിച്ചു. അന്ന് എന്റെ പാട്ട് നല്ലതാന്ന് പറഞ്ഞ് എന്റെ പ്രേമിച്ച് വഞ്ചിച്ചു. ഞാൻ പാട്ട് പാടാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ വലിയ കാര്യത്തിൽ രാത്രി ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് അവിടുന്ന് കൂർക്കവലി കേൾക്കാം. അപ്പൊ കൂർക്ക വലിക്കാതിരിക്കാൻ പറ്റില്ല. അച്ഛനൊന്ന് പാടച്ചായ പുള്ളി അങ്ങ് ഭയങ്കര എന്നെ കളിപ്പിച്ച. ഇനിയിപ്പോ ഈ പ്രശ്നം തീർക്കാനായിട്ട് വേറെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വരും. എന്നെ സീരിയസ്ലി കളിപ്പിച്ചതാണ്. നിങ്ങൾ ഇതിനകത്ത് ഇടപെടണം. നമുക്ക് കുറച്ച് രാഷ്ട്രീയങ്ങളെ സംസാരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടപെടാം. ലാസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞിടല്ലേ? ഓക്കെ. അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ വിവാദമായതും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് വീണ ജോർജിനുമായി ബന്ധപ്പെട്ട കേസ്. വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ചു KC പ്രവർത്തകർ. എന്താണ് ഇതിലുള്ള? ഞാനും ഇന്നലെ അത് കണ്ടു. നിങ്ങളിത് കാണാത്തൊരു കാര്യം വെച്ചാൽ, കൊലപാതക ശ്രമം എന്ന് പറഞ്ഞ് KSU ആട്ടെ SFI ആട്ടെ നമ്മളെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയം. ഇവരൊന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്നു വന്നല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ചാനൽ അവതാരിക, അവരുടെ സമുദായത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അവരുടെ ഭർത്താവ്. ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, എന്തോ റിലേഷനുണ്ട്. ഞാൻ പറഞ്ഞ് ആ പേരിൽ പെട്ടെന്ന് വരുന്നു, MLA ആകുന്നു, രണ്ടാം ടൈമിൽ മന്ത്രിയാകുന്നു. ഓക്കെ, ഗുഡ്. പക്ഷേ ഒരു മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് കരിങ്കൊടി കാണിക്കുക. കരിങ്കൊടി കാണിച്ച് അവരുടെ ഒരിക്കലും ഒരു കരിങ്കൊടി പ്രകടനവും ഒരു മിനിസ്റ്ററെ ദേഹോദ്രവം ചെയ്ത ചരിത്രമില്ല. ചെയ്തിട്ടുണ്ട്. ആരാ ചെയ്തിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് ചില്ല് പൊട്ടിച്ച് അദ്ദേഹം ആശുപത്രി ആയിട്ടുണ്ട്. വേറെ ആരും ഇന്ന് വരെയും ഇത്ര കാര്യങ്ങൾ ആക്രമണങ്ങൾ കലാശിച്ചിട്ടില്ല. വളരെ ചുരുക്കമാണ്. അപ്പോൾ അവിടെ എല്ലാ വിഷ്വൽസും എടുത്ത് നോക്കി ഈ ചെറുപ്പക്കാർ, അത് കോൺഗ്രസ്സുകാരാണ്, ഞാൻ BJP കാരനാണ്, എങ്കിൽ പോലും പറയട്ടെ, ആ ചെറുപ്പക്കാർ മന്ത്രിയുടെ അടുത്ത് ചെല്ലുന്ന പ്രതിഷേധത്തെ ഒരിക്കലും അവർക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ മന്ത്രി കാണിച്ചെന്താണ്? കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. ആ ചെറുപ്പക്കാർക്ക് എത്ര ദിവസം കഴിഞ്ഞ റിമാൻഡ് പുറത്തു വരുമെന്നറിയോ? ഒരു KSU കാരനല്ലേ, അവനൊരു വിദ്യാർത്ഥിയല്ലേ, അവൻ എവിടെയെങ്കിലും പഠിക്കുന്നവനല്ലേ, അടുത്ത ഒരു 7-8 വർഷം അവന്റെ കോടതിയിൽ കയറി പോയില്ലേ? അവനിപ്പോൾ ജയിലിലായിരുന്നു അല്ലേ? അപ്പോൾ ഈ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, ആ ഒരു അതും ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള ഒരു സാധാരണക്കാരൻ്റെ അവകാശം. അതിനുശേഷം വരുന്ന ICU കിടക്കുന്നു. ICU കിടന്നിട്ട് ICUവിൻ്റെ സ്വിച്ച് ഓൺ അല്ലായിരുന്നു, മറ്റേ ഇതിൻ്റെ സ്വിച്ച് ഓൺ അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി വന്ന് കാണുന്നു. ഒരു 3-4 മണിക്കൂർ കൊണ്ട് കേരളം മുഴുവൻ അക്രമം അഴിച്ചുവിടുന്നു. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അതായത് സ്ത്രീത്വത്തെ അവമാനിച്ചു അല്ലെങ്കിൽ സ്ത്രീകളെ കടന്നാക്രമിച്ചു എന്ന പ്രതീതി കേരളം മുഴുവൻ ജനിപ്പിക്കുക, ഇലക്ഷനിൽ സ്ത്രീ വോട്ടുകളെ അനുകൂലമാക്കുക. ഇത്തരം തരം താന്ന രാഷ്ട്രീയമൊക്കെ CPM അവസാനിപ്പിക്കണ്ടേ? ഇത്ര മോശമാണ് അല്ല, എത്ര തരം താന്ന രാഷ്ട്രീയമാണ് അത്. ഇതൊക്കെ CPMന്റെ ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് ഞാൻ പറയില്ലേ, ഞാനൊരു മന്ത്രിയോ MLA ഒന്നും അല്ല. ഞാൻ എൻ്റെ അപ്പം പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. ഇത് കൂട്ടെ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ ഇലക്ഷനകത്തൊക്കെ എന്നോട് പലപ്പോഴും പറയും പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന മനുഷ്യൻ, അല്ലാതെ അപ്പോൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാറുണ്ട്. നമ്മുടെ പിള്ളേർ പറയും ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം. മറ്റേ സ്ഥാനാർത്ഥിമാർ പള്ളിയിൽ പോകുന്ന വീഡിയോ PR വർക്ക് പള്ളിയിൽ പോകുന്ന വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ മലയുന്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് PR വർക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഞാനായിട്ട് നിൽക്കാനേ പറ്റില്ല. എനിക്ക് അഭിനയിച്ചാൽ ഭയങ്കര ബോറാണ്. ഞാൻ ഒരു ക്യാമറയുടെ മുമ്പിൽ അനാവശ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ നിന്നാൽ അത് ബോറാകും. എന്നെ അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും ഞാനത് അഭിനയിക്കാൻ. എനിക്ക് നാച്ചുറലായിട്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ആര് വിളിച്ചാലും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട്. മുസ്ലിം പള്ളിയിൽ ഇവിടെ ഇരാറ്റുപേട്ടയിലെ നായനാർ പള്ളി ഞങ്ങളുടെ ഈ തൊട്ടടുത്ത പള്ളിയാണ്. നായനാർ പള്ളിയിൽ മയ്യത്ത് നിസ്കാരം അത് പുറത്ത് വെച്ചാൽ ഞങ്ങൾ പള്ളി കയറാൻ പറ്റില്ല. അപ്പോൾ പള്ളിയുടെ പുറത്ത് വെച്ച് മയ്യത്ത് നിസ്കാരം വിളിക്കുമ്പോൾ അതിന് ഏറ്റവും അവസാനം സഫ് വെക്കാന്ന് പറയും. ഈ മയ്യത്ത് നിസ്കാരത്തിൽ നിൽക്കുന്നതിന് സഫ് വെക്കാന്ന് പറയുന്നത്. അതിനകത്ത് എന്നെ ഇവിടുത്തെ പള്ളിയിലെ ഇമാം പിടിച്ച് നിർത്താറുണ്ട്. ഞാൻ അവിടെ നിൽക്കാറുണ്ട്. ഈ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, ഞാൻ കൈയിട്ട് നിൽക്കും. അവരോടൊപ്പം നിൽക്കുന്നതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. ഞാൻ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഞാൻ എല്ലാ അമ്പലങ്ങളിൽ പോകാറുണ്ട്. ഞാൻ ചെന്ന് നമസ്കരിക്കും. അത് എൻ്റെ ചുറ്റുമുള്ള ഒരു പറ്റം ആളുകൾ ആരാധിക്കുന്ന മൂർത്തിയോട് ഞാൻ കൊടുക്കേണ്ട റെസ്പെക്റ്റാണ് അല്ലേ? എൻ്റെ വിശ്വാസം അതല്ലെങ്കിലും ഞാൻ കൊടുക്കേണ്ട റെസ്പെക്റ്റാണ്. ഞാൻ എല്ലാ വിശ്വാസങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യും. ഇത്തരം കോലം കെട്ട് അഭിനയം ഇതൊക്കെ തരം താന്ന രാഷ്ട്രീയമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ മരണം വരെ ഞാൻ യോജിക്കില്ല.
ഇപ്പം സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വന്നില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരു വീട്ടിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ ഇത്തവണ ഉണ്ടാകുമെന്നുള്ളൊരു ചർച്ചകളുണ്ട്. ഉണ്ടാകരുത് എന്ന് ഞാനും അപ്പനും ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷേ ഇത് കേരള കോൺഗ്രസ് അല്ല. ഈ പാർട്ടിയുടെ തീരുമാനം എടുക്കുന്നത് പാർട്ടിയുടെ ദേശീയ നേതൃത്വമാണ്. അവിടുന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ, അല്ലെങ്കിൽ നിൽക്കാൻ പറഞ്ഞ് നിൽക്കാൻ ഞാനും എൻ്റെ അപ്പനും ബാധ്യസ്ഥരാണ്. ഞാനും എൻ്റെ അപ്പനും അല്ല, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജും പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായ PC ജോർജിനും പാർട്ടി പറഞ്ഞാൽ കേൾക്കാൻ ബാധ്യതയുണ്ട്. കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് എല്ലാ വശങ്ങളും പരിഗണിച്ചാണല്ലോ പാർട്ടി ഓരോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള റിക്വസ്റ്റ്, ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ മത്സരിക്കാവൂ എന്നൊരു റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനും അതുപോലെ ഇലക്ഷൻ കമ്മിറ്റിയിലും കോർ കമ്മിറ്റിയിലും ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹവും പറഞ്ഞിരുന്നു. പക്ഷേ പാർട്ടിയുടെ തീരുമാനങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണെങ്കിലും അതെ. പക്ഷെ ഞാൻ ഇവിടെ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഞാൻ ആൻസർ ഇല്ല. ചേച്ചി രാഷ്ട്രീയത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദിജിനെ ഈ അടുത്ത് പരിചയപ്പെട്ട ആളോട് ഞാൻ എന്ത് ചോദിക്കാനാ? രാഷ്ട്രീയ പ്രവർത്തക എന്ന് പറഞ്ഞത് അതൊരു തെറ്റായ ടേമാണ്. രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയക്കാരിയില്ല, പൊതുപ്രവർത്തകയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന ഏതൊരു സാധാരണക്കാരൊപ്പം ഏതൊരു വിഷയങ്ങൾ നിൽക്കാൻ പറ്റുന്ന പൊതുപ്രവർത്തക ഉണ്ടാകണം. ആ പൊതുപ്രവർത്തകയ്ക്ക് നാളെ അവർക്ക് ഇലക്ഷന് മത്സരിക്കണമെന്ന് തോന്നിയാൽ ഒരു തെറ്റുമല്ല. കാരണം ഞാൻ ഇന്ന് വരെ ഞാൻ BJPയുടെ ഭാഗമായി BJP ചേർന്നു. ഞാൻ BJPയുടെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, ഞാൻ കേരളം മുഴുവൻ ഇപ്പം മെമ്പർഷിപ്പ് ചോദിച്ചെടുത്താ, ഇപ്പൊ ഞാൻ ചോദിച്ചെടുത്തതാ മെമ്പർഷിപ്പ് എടുത്ത. അല്ലാതെ പാറു ഒരിക്കലും എന്നോട്, ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ആളുകളുടെ അടുത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിന് പോയി വോട്ട് ചേർത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അപ്പനോടോ, അപ്പൻ ഓൾറെഡി ഞങ്ങൾ ഒരുമിച്ച് BJP മെമ്പർഷിപ്പ് എടുത്ത്, എൻ്റെ അനിയൻ, എൻ്റെ സ്വാതന്ത്ര്യമുള്ള എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 ആളുകളെന്ന് പറയുന്നത് എൻ്റെ അനിയനും എൻ്റെ ഭാര്യയാണ്. ഇവരോട് 2 പേരോടുമാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ എടുക്കണം. ഞാൻ പറഞ്ഞു, അനിയനോട് ചോദിച്ചു, അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയോടും പറഞ്ഞിട്ടില്ല. അവർക്ക് അവരുടെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. ഞാനത് പറഞ്ഞാൽ അത് ഞാനൊരു അധികാരം സ്ഥാപിക്കലാവും. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് മാത്രമല്ല ആരുടെ അടുത്തും ഞാൻ എൻ്റെ അധികാരം സ്ഥാപിക്കാൻ നടക്കാറില്ല. അവർക്ക് പറഞ്ഞാലും ഭാര്യ കേൾക്കില്ല. ആരുടെ മകളാണ്? അതെ, അതാണല്ലോ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം ഒരു വീട്ടിൽ നിന്ന് 2 പേര് വരാൻ പോവുകയാണ്. ഈ രാഷ്ട്രീയത്തിൽ അപ്പനും മോനും തമ്മിൽ ഒരു പാർട്ടി ആണെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറില്ലേ? എപ്പോഴും എന്തായിരിക്കും പ്രധാനമായിട്ടും? ഇത് പ്രധാനമാണെന്നല്ല, ഏത് കാര്യത്തിനും അഭിപ്രായങ്ങളുണ്ടല്ലോ. പപ്പ പറയുന്ന ഒരു അഭിപ്രായം എനിക്ക് സ്വീകാര്യമുണ്ടെങ്കിൽ ഞാനത് സ്വീകാര്യമുണ്ടെന്ന് പറയും. ഒരു ഇഷ്യൂ മുമ്പിൽ വരുമ്പോൾ എൻ്റെ അഭിപ്രായം ആകണം എൻ്റെ PC ജോർജിന് PC ജോർജിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടാകും. ചിലപ്പോൾ അഭിപ്രായങ്ങളുണ്ടാവും, ഒന്നാകാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പല കാര്യങ്ങളിലും ഒരു 80% കാര്യങ്ങൾ എൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒന്നാണ്. പക്ഷേ എക്സ്പ്രസ് ചെയ്യുന്ന രീതി 2ആണ്. ഞാൻ ഏത് കാര്യം എക്സ്പ്രസ് ചെയ്യുന്നതിന് മുമ്പ് പാർട്ടിക്ക് അതുമൂലം എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാം, പാർട്ടി ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാകുമോ, അല്ലെങ്കിൽ അതുമൂലം പാർട്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ എന്ന് കൂടുതൽ ചിന്തിക്കുന്നു. കാരണം ഞാൻ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനത് കൂടുതൽ ചിന്തിക്കാൻ ബാധ്യസ്ഥനാണ്. പപ്പ മുമ്പിൽ വരുന്ന അഭിപ്രായത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ അടുത്ത സെക്കൻഡ് അഭിപ്രായം പറയും. സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിരോധം ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാറുള്ളത് പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇന്ന കാര്യം. ചില സമയങ്ങളിൽ ചില റിയാക്ഷൻസ് വളരെ പെട്ടെന്നാവുന്നുണ്ട്. അത് കുറച്ചും കൂടെ ക്രൂവലായി പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് കൂടി പോയെന്ന് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് വളരെ സിമ്പിളാണ് അതിന് ഉത്തരം. ഷോൺ ജോർജ് രാഷ്ട്രീയക്കാരനായ PC ജോർജിന്റെ മകനാണ്, രാഷ്ട്രീയം കണ്ടു വളർന്നതാണ്. ജനിച്ചപ്പം മുതൽ രാഷ്ട്രീയക്കാരനാണ് ഷോൺ ജോർജ്. PC ജോർജ് നല്ല തികഞ്ഞ കർഷകനായ പ്ലാത്തോടത്തി ചാക്കോച്ചൻ്റെ മകനാണ്. അത് തമ്മിലുള്ള വ്യത്യാസമാണ്. പപ്പയുടെ രാഷ്ട്രീയത്തിൽ പപ്പ ഒരു ട്രെയിൻഡ് പൊളിറ്റീഷ്യൻ അല്ല. പപ്പ ഒരു പ്രായം കഴിഞ്ഞ് അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് വന്നത്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഞാൻ കാണും കേൾക്കും ചെയ്യുന്ന നല്ല രാഷ്ട്രീയമാണ്. ഞാൻ കുറച്ചുകൊണ്ട് സീസൺഡാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടും കേട്ടും പഠിച്ചത് ഇതാണ്. ഞാൻ പറഞ്ഞില്ല, ഈ 43 വർഷത്തിനിടയിൽ ഞാൻ കാണാത്തതോ കേൾക്കാത്തതോ അനുഭവിക്കാത്തതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ല. എല്ലാത്തിലൂടെയും കടന്നു പോയതാണ്. എൻ്റെ ദോഷവും ഭവിഷ്യത്തും ഗുണവും എല്ലാം എനിക്കറിയാം. ദാറ്റ്സ് ഓൾ. ഇപ്പം യുവതലമുറയെ പറ്റി സംസാരിച്ചു വരുമ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ജെൻസി ക്രൗഡാണ്. അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരുടെ നിലപാടുകൾ ഭയങ്കര ശക്തമായിട്ടുള്ളതാണ്. എങ്ങനെ അവരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ്.
ആ ചോദ്യത്തിന് ഉത്തരമാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തപ്പുന്നത്, ഞാൻ ഉൾപ്പെടെ. അങ്ങനെ ഒരു ഉത്തരം അതിനില്ല. പൊളിറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഈ രാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും ജെൻസിയെ കലാപത്തിന് പ്രേരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരിവിടെ ഉണ്ട്. ജെൻസി കലാപത്തിലേക്ക് പ്രേരിപ്പിച്ച രാഷ്ട്രീയക്കാരിവിടെ ഉണ്ട്. പക്ഷേ നാഷണലിസം അല്ലെങ്കിൽ രാജ്യം എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഓരോ വിദ്യാർത്ഥിയും കൊണ്ടുവരാൻ കഴിയണം. അത് ചെറുപ്പകാലം മുതൽ അതിൻ്റെ ട്രെയിനിങ് ഉണ്ടാകണം. ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടെ ദേശീയ പാഠ്യപദ്ധതിയെ എതിർക്കുന്നവരുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? ദേശീയ പാഠ്യപദ്ധതിയിൽ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് ദേശീയതയ്ക്കാണ്, രാജ്യം എന്നുള്ള കൺസെപ്റ്റിലാണ്. അപ്പം അത് സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ രാജ്യം എന്നുള്ള കൺസെപ്റ്റിനെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയമാണ് നമുക്ക്, പ്രത്യേകിച്ച് തമിഴ്നാട്, കേരളം, ആന്ധ്ര, കർണാടക ഒക്കെ നോക്കിയാൽ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തെ പ്രതിരോധിച്ച് നിർത്തുന്ന സാഹചര്യം നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഭയങ്കരമായിട്ട് കാണാൻ കഴിയും. അത് സൗത്ത് ഇന്ത്യയിലെ ന്യൂ ജനറേഷനെ ബാധിച്ചാൽ അവർ രാജ്യം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് അവരെങ്ങോട്ടോ പോകും. ആ കൺസെപ്റ്റിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. അതാണ് BJP ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. രാജ്യമുള്ള കൺസെപ്റ്റിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നമ്മൾ തയ്യാറല്ല, നമ്മൾ അതിനുവേണ്ടി മുന്നിൽ നിൽക്കുന്നു. പക്ഷേ അധികാരത്തിന് വേണ്ടി ഇങ്ങനെ ഈ മനഃപൂർവ്വം ഈ ജൻസി ഉൾപ്പെടെയുള്ള ഒരു തലമുറയെ രാജ്യവിരുദ്ധരാക്കാൻ അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് കേരളത്തിലും ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നു. അതിൽ നിന്നും ഈ ഒരു പുതിയ തലമുറയെ മോചിപ്പിക്കണമെങ്കിൽ BJP ഇത് അധികാരത്തിൽ വരണം. BJP വന്നാൽ മാത്രമേ സൗത്ത് ഇന്ത്യയിൽ BJP ശക്തമാകുമ്പോൾ ഈ ചിന്താഗതി മാറും. എനിക്ക് ആ കാര്യത്തിലുള്ള വിശ്വാസമുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചിയാണ് ജെൻസി കിഡ്സിനോട് കുറച്ചും കൂടെ അടുത്ത് നിൽക്കുന്നത്. കാരണം മോൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ മെയിൻറ്റെയിൻ ഈ ജെൻസിയുടെ പല ചിന്തകളും എങ്ങനെ അതിനെ നോക്കി പാർവതി ഒരു അമ്മ എന്ന നിലയിലും ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിലും നോക്കി കാണുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അവർ ലീസ്റ്റ് ബോധേഡാണ്. അതാണ് അവരുടെ ഒരു എല്ലാത്തിനും ഒരു കൂളായ ഒരു സമീപനം. ഇപ്പം അവരെ സംബന്ധിച്ച് അവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മകനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വന്നതേ ഐപാഡ് ആ ഒരു ഇതിലുള്ള കുട്ടികളാണ്. എൻ്റെ ഇളയ മോള് കോവിഡ് കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ സ്കൂളിൽ പോകാതെ 2 വർഷം കഴിഞ്ഞിട്ടാണ് അവൾ ആദ്യമായിട്ട് LKG പോകുന്നത്. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൊളിറ്റിക്സിനോടൊരു ഇൻട്രസ്റ്റ് കുറവുണ്ട്. ഇപ്പം ഷോൺ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി അവർ ഈ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാതെ ഈ നാട്ടിലെ ഒരു ഡെവലപ്മെൻറ്റ്സും എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ട് അഭിപ്രായം, ഇപ്പം നമ്മുടെ കേരളം ഈ പറഞ്ഞ പോലെ LDFും UDFും ഒക്കെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അനദർ വേറൊരു ചേഞ്ച് ആയാൽ എന്താന്ന് എനിക്ക് പോലും തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മോനും ഈയിടെ പറഞ്ഞു, അമ്മ കേരളത്തിലെ BJP ഭരിച്ചിട്ടില്ലേ? BJP അങ്ങനെ ഭരിച്ചിട്ടില്ല, കേരളത്തിൽ കൂടുതലും LDF UDF ആണ് ഭരിച്ചിരിക്കുന്നത്. അപ്പോൾ BJPക്ക് ഇതുവരെ ഒരു ചാൻസ് വന്നിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, BJPക്ക് ഇതുവരെ ഒരു ചാൻസ് വന്നില്ല. അപ്പം BJPയിലല്ലേ നമ്മൾ ഞാൻ. അപ്പം ഇനി BJP വരുമ്പോൾ കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വരുമല്ലേ? അപ്പൊ അവർക്ക് പോലും അവർക്ക് പോലും ആ പ്രായത്തിൽ എൻ്റെ മോൻ ഇപ്പം 10th കയറിയവൻ, അവർക്ക് പോലും അവർ ഈ പുറത്തുള്ള രാജ്യത്തിലുള്ള കമ്പയർ ചെയ്താണ് നമ്മുടെ നാട്ടിലുള്ള തൊഴിലില്ലായ്മയും നമ്മുടെ രീതിയോ നമ്മൾ ആൾക്കാർ നമ്മളെ കാണുന്നുള്ള രീതിയും ഒക്കെ അവർക്കും കുഞ്ഞു പിള്ളേർക്ക് പോലും ഒരു മാറ്റം, അവർക്കും തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം, കുറേ കാര്യങ്ങൾ മാറണം. സ്കൂളിൽ തന്നെ പഠിത്തം മാത്രം ആവാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഒത്തിരി കഴിവുള്ള പിള്ളേരൊക്കെ ഇഷ്ടംപോലെ പഠിത്തത്തിലല്ലാതെ ഉണ്ട്. അങ്ങനത്തെ ഒരു പാഠ്യപദ്ധതി കൊണ്ടുവരണം. ഇതൊക്കെ ഒരു മാറ്റം വരേണ്ട കാലഘട്ടം ഒത്തിരി താമസിച്ചിരിക്കുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയ എൻ്റെ മോനെ സംബന്ധിച്ച് ഇനിയത്തെ ജനറേഷൻ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടെ ഉണ്ടാവണം, നമ്മുടെ എന്താ പറയുക യൂണിവേഴ്സിറ്റികൾ കുറച്ചും കൂടെ മെച്ചപ്പെടണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു. പിന്നെ അവരൊക്കെ ഒത്തിരി രാഷ്ട്രീയത്തിലൊന്നും ഈ പറഞ്ഞ പോലെ ഷോണിനെ പോലെ പ്രവർത്തിക്കണമെന്നൊന്നും ഇല്ല ഇനി അടുത്ത ജനറേഷൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനാണ് നമ്മുടെ നാടിന് അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവുന്ന ഏതൊരു ഇതും നമുക്ക് ഇതാണ്. ഈ ജെൻസി ക്രൗഡിനെ പറ്റി സംസാരിക്കുമ്പോൾ ഡ്രഗ്സ് ഒരു രക്ഷയില്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലാണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവും ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഡെലൂലു എന്ന് പറഞ്ഞ് ആഘോഷിച്ചു ആ പെൺകുട്ടീനെ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഡ്രഗ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ വന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത BJP ഭരണം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? BJP ഭരണോ ഏത് ഭരണോ ആട്ടെ, ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുക, സിംഗിൾ 24 മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചു കളയാൻ
ഒരു രാത്രി 12 മണിക്ക് ശേഷം ഞാൻ പലപ്പോഴും യാത്ര ചെയ്ത് ഊട്ടി വരുന്നത് ഈ ഞാൻ എറണാകുളത്ത് ഫ്ലാറ്റിൽ വന്ന് കിടന്നിട്ട് അടുത്ത ദിവസം വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് നിന്നാകുമ്പോൾ എനിക്ക് ട്രെയിൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എറണാകുളത്ത് വന്ന് കിടക്കും. ഞാൻ മിക്കവാറും വരെ രാത്രി 1 മണി 2 മണിക്കാണ്. ഞാൻ ഒന്നെങ്കിൽ പനമ്പള്ളി നഗറിൽ അല്ലെ അപ്പുറത്ത് നമ്മുടെ പുറവങ്കര ആ ഫ്ലാറ്റൊക്കെ പണിയുന്ന അവിടെ കുറേ ഷോപ്സ് ഉണ്ട്, ഈ മറ്റേ മറൈൻ ഡ്രൈവിൻ്റെ ഒക്കെ അപ്പുറം. അവിടെ രണ്ടും രാത്രി ഒരു 3-4 മണി വരെയൊക്കെ കടകളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒന്ന് കണ്ടാൽ ഞെട്ടിപ്പോയി. ഒരു 15 വയസ്സ് മുതൽ ഒരു 20-22 വയസ്സിനിടയുള്ള കുട്ടികൾ പനമ്പള്ളി നഗറിലെ എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടും അത് രസമുണ്ട്. അതല്ല ഈ 15 വയസ്സ് മുതൽ 25 ഇടയിലുള്ള പിള്ളേരാ, വലിയൊരാണ് പോട്ടെ. അത് ഡ്രഗ്സ്, അതുപോലെ മദ്യം, വന്നിട്ട് നിലത്ത് കിടക്കുക, എല്ലാവരും കയ്യിൽ എന്താണോ അദ്ദേഹത്തിന് അറിയാം. നമ്മുടെ കാലത്ത് ഇതൊന്നും ഇല്ലായിരുന്നു എന്നല്ല എന്തൊക്കെ പറയാൻ പോയത്. സിഗരറ്റ് വലിക്കുന്നൊന്നും അല്ല, വേറെ എന്തൊക്കെയോ ആണ് പിള്ളേർ കാണിക്കുന്നത്. 4 മണിക്ക് ചെന്നു ഒരു 500 പിള്ളേരല്ല അവിടെ, 500 അല്ല, അതിൽ കൂടുതൽ. ഞാൻ ഈ പിള്ളേരൊന്നും വീട്ടിലൊന്നും ആളില്ലേ. നമ്മളൊക്കെ രാത്രിയിലൊക്കെ ആ കാലം ഈ പ്രായത്തിലൊക്കെ ഒരു 8 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഫോൺ വരും. ഇപ്പൊ അവിടെ പഠിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് സുലഭമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിന്റെ അവൈലബിലിറ്റിയാണ്. ഈ സാധനം ഇവിടെ ഉണ്ടാക്കുന്നതല്ല. കേരളത്തിൽ ഇപ്പോൾ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, കഞ്ചാവിൽ ബ്രാൻഡാണ്. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇടുക്കി ഗോൾഡ്. അവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയുന്ന ചുമ്മാണ്. കേരളത്തിൽ ഒരു സെന്റ് സ്ഥലത്ത് പോലും ഇടുക്കി അങ്ങനെ സാധനമില്ല. ഞാൻ പറഞ്ഞത് പണ്ട് വനങ്ങൾക്കുള്ളിൽ, ഇടുക്കിയിൽ വനങ്ങൾക്കുള്ളിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ അറിയാം. പക്ഷെ ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 1 സെന്റ് സ്ഥലത്ത് കൃഷി നടക്കില്ല. പ്രൈവറ്റ് സ്ഥലത്തുണ്ട്. കേരളത്തിൽ എവിടെയും കഞ്ചാവ് കൃഷി നടക്കില്ല. എവിടുന്നാണ് വരുന്നത്? ആന്ധ്ര അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നത്. എങ്ങനെ ഇവിടം വരെ വരുന്നത്? ഇതിനെ ബോർഡറുകൾ സീൽ ചെയ്തിട്ട് ഇത് കൊണ്ടുവരാതിരിക്കാൻ കഴിയില്ലേ? ഈ MTMA ഇത് കേരളത്തിലെ ഏതെങ്കിലും ലാബിൽ ഉണ്ടാക്കുന്നതാണോ? അല്ലല്ലോ, പുറത്തുനിന്ന് വരുന്നതാണ്. ഇതൊക്കെ എന്തുകൊണ്ട് തടയാൻ കഴിയുന്നില്ല? എല്ലാ ദിവസവും പത്രത്തിൽ കാണാം 10-25 പിള്ളേരെ പിടിച്ചു. ഗതികേട് കൊണ്ട് ഇതിൻ്റെ കാരിയേഴ്സ് ആയിട്ടുള്ള പിള്ളേരെ പിടിക്കുന്നത്. എന്തുകൊണ്ട് ഈ പിള്ളേരെ പിടിച്ചതിൻ്റെ ഉത്ഭവം കണ്ടെത്തി ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡ് തടയാൻ പറ്റുന്നില്ല? അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ പുറകിൽ മാഫിയ ഉണ്ട്. ആ മാഫിയയുടെ കയ്യിൽ നിന്നും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ പണം കൈപ്പറ്റുന്നുണ്ട്, ഒരു സംശയമാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഉത്തരവാദിത്തമുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഒരു ദിവസം വിചാരിച്ചാൽ ഈ പിള്ളേരൊക്കെ വളരെ മാന്യമായിട്ട്, പിള്ളേരൊക്കെ രാത്രി നടക്കട്ടെ, അതൊക്കെ ലഡ്ഡം എൻജോയ്. പക്ഷെ പിള്ളേർ ഒരു ജനറേഷനെ തകർത്ത് കളയുന്ന ഈ സാധനം എന്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, എന്ത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണെങ്കിലും ഒരു തലമുറയോട് ഭരണകൂടം ചെയ്യുന്ന തെറ്റാണ്. അതിനകത്ത് ഗുരുതരമായ തെറ്റാണ് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഡ്രഗ്സിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. 24 മണിക്കൂർ BJPയുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്താൽ 24 മണിക്കൂറിനപ്പുറത്ത് കേരള സംസ്ഥാനത്ത് ഡ്രഗ്സ് ഉണ്ടാവില്ല. ഇത് ഷോൺ ജോർജിന്റെ വാക്കാണ്. ഇത് റെക്കോർഡാണ്. അല്ല, ഇത് തന്നെ 24 മണിക്കൂർ. അതിനുശേഷം കേരള സംസ്ഥാനത്ത് ഈ പറയുന്ന ഒരു സാധനവും കേരളത്തിന്റെ അതിർത്തി കടക്കില്ല. ഇത് BJPയുടെ, ഇത് രാജ്യത്തോടുള്ള BJPയുടെ കടമയല്ല, ഷോൺ ജോർജിന്റെ വാക്കല്ല. ഇത് രാജ്യത്തോടുള്ള BJPയുടെ കടമയാണ്. ഇത് നമ്മൾ ചെയ്തിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീയുടെ സമത്വത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ തടയാൻ പറ്റും? കുറേയൊക്കെ പെൺകുട്ടികൾ പോട്ടെ എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നുണ്ടുള്ള പ്രശ്നമുണ്ട്. പിന്നെ പ്രതികരിക്കുക. രണ്ടാമത്തെ കാര്യം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് സ്ത്രീകൾ പരാതിയുമായി വരുമ്പോൾ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിലും പ്രശ്നമായിപ്പോ. അതെ, തീർച്ചയായിട്ടും. വളരെ മാന്യമായി ജീവിക്കുന്ന ചെറുപ്പക്കാരെ അവളുടെ അപ്പനെ അമ്മയെ സഹിതം പിടിച്ച് ജയിലിടും 498 വെച്ച്. ഇല്ലേ? ഈ പെൺകുട്ടിയുടെ തോന്നിയാസനം ചെയ്തായിരിക്കാം. നേരെ മറിച്ച് ജെന്യുവിനായിട്ട് അങ്ങനെ 10,000 കേസുണ്ട് ഇപ്പൊ കോടതി പോലും അതുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജെന്യുവൻ ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ ഇപ്പോൾ ഈ സംശയദൃഷ്ടിയോടുള്ള ആളുകൾ കാണാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ സ്ത്രീകൾ പലപ്പോഴും ആക്രമണങ്ങളിൽ നീതി കിട്ടാതെ വരുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ ഒരു സ്ത്രീ പത്രസമ്മേളനം നടത്തി എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ആംഗിളാണ് കാണുന്നത്. ഇവള് ഇതെന്താണ്, ഇതിനകത്ത് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ, പൊതുസമൂഹത്തിന്റെ ആംഗിൾ അങ്ങനെ സംശയം. കാരണം പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഒരു സ്ത്രീ രംഗത്തെത്തി അവളെ ഞാൻ പീഡനത്തിൽ ഇരയായെന്ന് പറഞ്ഞാൽ പൊതുസമൂഹം മുഴുവൻ അവളുടെ കൂടെ എത്തണം. ഇതിപ്പോൾ 50-50 ആയി. ഇപ്പോൾ പകുതി സ്ത്രീയുടെ കൂടെയും പകുതി പീഡിപ്പിച്ച ആളുടെ കൂടെയാണ്. മനസ്സിലായില്ലേ? അത് അങ്ങനെ ആയി ആ സമൂഹത്തിന്റെ ഒരു പ്രശ്നം. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്ത്രീക്ക് ഏകപക്ഷീയമായ 150 കോടി ജനമുള്ള ഒരു രാജ്യത്ത് ഏകപക്ഷീയമായ സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ
ഒരു സ്ത്രീക്ക് അവർക്ക് അർഹതമായ നീതി ലഭ്യമാക്കാൻ ഈ രാജ്യത്ത് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവളൊന്ന് ഉണർന്നാൽ മതി. അങ്ങനെയാണോ പാർവതി ചേച്ചി? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പം നമുക്ക് എന്താണെങ്കിലും പുറത്താണെങ്കിലും എന്താണെങ്കിലും നമുക്കൊരു നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലും നമ്മൾ പ്രതികരിക്കുക. പക്ഷെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടായത് ബസ്സിൽ വെച്ച് ഷിംജിത, അങ്ങനെയല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. ആക്ച്വലി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതികരിച്ചല്ല നമ്മൾ ഒരാളുടെ വ്യക്തിഹത്യ നടത്തുന്നത്. നമ്മൾ ഓപ്പൺ ആത്മഹത്യ ചെയ്തല്ലേ? ആത്മഹത്യ ചെയ്തു. ഇപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാവരുടെയും ഒരു പ്രതികരണ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്കും ഇൻസ്റ്റയും. ഇതും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഓൺലൈനിൽ വന്ന് പറയാന്നുള്ള ഭയപ്പെടേണ്ട സാഹചര്യം. നമ്മളിപ്പോൾ ഒരു പബ്ലിക് പരിപാടി ചെല്ലുമ്പോൾ ഒരാൾ വന്ന് ചേട്ടാ ഒരു സെൽഫി എടുത്തോട്ടെന്ന് വെച്ചാൽ ഓക്കെ, നമ്മൾ എങ്ങനെ നിൽക്കുന്നറിയോ? എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ. നമുക്ക് അറിയത്തില്ല. നമ്മൾ ഒരു വാട്സപ്പിൽ നിസാര ടെക്സ്റ്റ് ചെയ്ത് അതിന് റിപ്ലൈ ഇട്ടാൽ പോലും പ്രശ്നമാവുന്ന എന്ത് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. ആരോട് വിശ്വസിച്ച് സംസാരിക്കും നമ്മൾ? ഞാൻ ഒരു കാരണവശാലും ഞാൻ വീട്ടിൽ കാണും, വീട്ടിലോട്ട് വരാൻ പറയും. അല്ലാതെ നമുക്ക് ആരോടും സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. കുറെയൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി അവിടുന്ന് ഒരു ചാറ്റ് എടുത്ത് പുറത്തു വിട്ടാൽ അവന്റെ പൊളിറ്റിക്കൽ ലൈഫ് തീരുക. മനസ്സിലായില്ലേ? ഇതിന് ജെനുവിൻ ഏതാ അല്ലാത്തത് ഏതാ ഇതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ സംസാരിച്ചു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടി വരും. എല്ലാ കേസുകളും ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ലേഡിയുടെ വോയിസ് റെക്കോർഡ് നമ്മൾ കേട്ടു. അവരെ അബോർഷന് നിർബന്ധിച്ചു, അതിന് മെഡിസിൻ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ള കഥകളൊക്കെ കേട്ടു. ആ കാര്യത്തിൽ പി സി ജോർജ് പറഞ്ഞ കേൾക്കാറുണ്ട്. നല്ല പയ്യനാ, അവിടെ 2 അടിയും കൊടുത്താൽ ഊളംപാറ കൊണ്ട് ഇടുക, അവന് ചികിത്സിക്കുക, അവൻ നന്നാവും. അത് ആ കാര്യം ഞാൻ പി സി ജോർജിനോട് ചോദിക്കുക. നല്ല ചെറുക്കനാ, കുഴപ്പമൊന്നുമില്ല, അവന്റെ 2 അടിയുടെ കുറവുണ്ട്, അത് കൊടുത്ത് അവനെ കൊണ്ട് ആ ഊളംപാറ ഇടുക ശരിയാവും. ഇവിടെ ചെറിയ പ്രായത്തിൽ അർഹിക്കാത്ത അംഗീകാരം, അർഹിക്കുന്നതിന് അപ്പുറത്ത് അംഗീകാരവും സാമ്പത്തികവും ഒക്കെ ചുറ്റും കടന്ന് വന്നപ്പോൾ അവൻ വീണുപോയി. മനസ്സിലായില്ല? അവനതൊരു ഹരമായി മാറി. മനസ്സിലായി? അത് മാത്രമല്ല അവിവാഹിതനായ ചെറുപ്പക്കാരൻ. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ രാഷ്ട്രീയ പൊസിഷനിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ കുറെ കാര്യത്തിൽ മിതത്വം പാലിക്കണം എന്നാണ്. മാത്രമല്ല നമ്മുടെ ചുറ്റും 1000 പ്രലോഭനങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഏറ്റക്കുറച്ചുകൾ എപ്പോഴാണ് വരുന്നത്? ഈ എൻ്റെ അപ്പൻ പി സി ജോർജ് ചെറുവിരൽ കൊണ്ട് കേരള ഭരണം നിയന്ത്രിച്ചിരുന്ന കാലഘട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായ സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് BJPയുടെ നാഷണൽ കൗൺസിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോർ കമ്മിറ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഏറ്റക്കുറച്ചിലുകൾ എപ്പോഴും വരും. പക്ഷേ എൻ്റെ ലൈഫ് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളൂ. എൻ്റെ ജീവിത ശൈലികൾ, ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി, ഷർട്ടും മുണ്ടും, ഞാൻ ഉപയോഗിക്കുന്ന വാച്ച്, എൻ്റെ ചെരുപ്പ് എന്ന് വേണ്ട എല്ലാം. ഞാൻ ഭക്ഷണം കഴിക്കുന്ന പോലും, ഞാൻ സ്റ്റാർ ഹോട്ടലിലും കയറി ഭക്ഷണം കഴിക്കും, ഞാൻ തട്ടുകടയിലും ഭക്ഷണം കഴിക്കും. കൂടുതൽ ഭക്ഷണം ഞാൻ കഴിക്കുന്നത് തട്ടുകടയിൽ നിന്ന്. എനിക്ക് അനാവശ്യമായ ഒരു മീറ്റിങ്ങിൽ ഒഫീഷ്യൽ പർപ്പസിന് ചെന്ന് സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ ഇരിക്കാറുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആളുകളോട് ചേർന്ന് നിൽക്കാൻ ഇഷ്ടം. ഞാൻ ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കാൻ എൻ്റെ ആഗ്രഹം. സാമ്പത്തികം ഉള്ള സമയം ഉണ്ടാകും, സാമ്പത്തികം ഇല്ലാത്ത സമയം ഉണ്ടാകും. ഇതെല്ലാം ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും അവൻ്റെ ജീവിത ശൈലിയിൽ കുറേ മിതത്വം പാലിക്കണം. അവൻ്റെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളിലും അവൻ്റെ ജീവിത ശൈലിയിലും എല്ലാം ഞാൻ ആ മിതത്വം പാലിച്ചു പോകുന്ന ആളാണ്. അത് വ്യക്തിശുദ്ധി എന്ന് പറയുന്നത് ഇതിനകത്ത് പറയില്ലേ, കിങ് ക്യാൻ എന്നൊരു പഴഞ്ചൊല്ല് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് പറയുന്ന പോലെ ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും അവൻ്റെ ലൈഫിൽ പൊതുജനത്തോട് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം, അവനോട് ബാധ്യസ്ഥനാണ്. ഞാൻ മിനിങ്ങാന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ ഓരോ വോട്ടറോടും എൻ്റെ ജീവിതത്തിൻ്റെ പേഴ്സണൽ ലൈഫ് ഉൾപ്പെടെ ഞാൻ ആൻസറബിൾ ആയിരിക്കണം. മനസ്സിലായില്ല? അത് എൻ്റെ വ്യക്തിപരമായ കാര്യമൊന്നുമില്ല, ഒരു വ്യക്തിപരമായ കാര്യമില്ല. നമ്മുടെ എന്ന വ്യക്തിയെ കൂടെ അനലൈസ് ചെയ്തിട്ടാണ് അവരെ നമ്മളെ തിരഞ്ഞെടുത്തത്, അല്ലാതെ നമ്മുടെ രാഷ്ട്രീയം മാത്രം കണ്ടുകൊണ്ട് തിരഞ്ഞെടുത്തവരല്ല. അപ്പോൾ ആ വ്യക്തിക്കും കൃത്യമായ ശുദ്ധി ഉണ്ടാകണം എന്നാണ് എൻ്റെ കാഴ്ച. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു അർത്ഥത്തിൽ തന്നെ ഞാൻ സംസാരിക്കുകയാണ്. എന്തെങ്കിലും ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ സ്ഥാനം മാറ്റി നിർത്തിയിട്ട് നിയമത്തിന് മുന്നിൽ അങ്ങനെ നടക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ കുറ്റക്കാരനായ അലിഗേഷൻ വന്നാൽ അടുത്ത സെക്കൻഡ് രാജിവെച്ചിട്ട് എൻ്റെ പണിക്ക് പോകും. ഞാൻ കുറ്റക്കാരനല്ലാത്ത അലിഗേഷൻ എനിക്കെതിരെ വന്നാൽ ഓടാ പുല്ലെന്ന് പറയും. എനിക്ക് ഇതിൻ്റെ പുറത്തൊന്നും രാജിവെക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാൻ ഏത് പൊസിഷൻ ഇരുന്നാലും 100 അലിഗേഷൻ വരുമല്ലോ. എനിക്കൊരു അലിഗേഷൻ വന്നാൽ
എനിക്കെതിരെ ഇതിനു മുമ്പ് അലിഗേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം സമാനമായ ഒരു അലിഗേഷൻ എനിക്കെതിരെ വന്നിട്ടുണ്ട്. അതെ. ഞാൻ എന്താ ചെയ്തത്? നേരെ കൊണ്ട് കോട്ടയം SP പരാതി കൊടുത്തു, കോട്ടയം റെയിൽവേ പോലീസിന് പരാതി കൊടുത്തു. ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് പരാതിക്കാരി ഇത് പരാതി എന്ന് പറയുന്നത്, പരാതി വന്നില്ല, ഒരു അലിഗേഷനായിട്ട് ചുമ്മാ കൊണ്ട് എൻ്റെ ഒരു പുകപടലം ഉണ്ടാക്കിയതാണ്. ഞാൻ അങ്ങോട്ട് കയറി പരാതി കൊടുത്തു. എനിക്ക് തൻ്റെ കൊണ്ട് ഞാൻ ചെയ്തതല്ലെന്ന്. അങ്ങോട്ട് കയറി ഈ പറയുന്ന ആൾ പോയ വഴി കണ്ടില്ല. മനസ്സിലായില്ലേ? ചുമ്മാ എൻ്റെ 10-25 വർഷത്തെ രാഷ്ട്രീയ ജീവിതം ആരെങ്കിലും ഒരു ദിവസം വന്നൊരു ആരോപണം ഉന്നയിച്ചിട്ട് അതിൻ്റെ പേരിൽ രാജിവെച്ച് പോകാൻ എനിക്കൊരു സൗകര്യമില്ല. ഞാൻ നല്ല വൃത്തിയായിട്ട് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളാണ്. എനിക്ക് ഞാൻ ആരാന്ന് വല്ല ബോധ്യമുണ്ട്. ഈ 2020 കടന്നുവരവ് BJPക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? 2020 കടന്നുവരവ് വലിയൊരു ആവേശമാണ് BJPക്ക് ഉണ്ടാക്കിയത്. കാരണം ഒരു മുന്നണി എന്ന നിലയിൽ മധ്യ കേരളത്തിൽ വലിയ ശക്തിയായി മാറാൻ കഴിഞ്ഞു. അതിനേക്കാൾ എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ അവർ പ്രൂവ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ, സൗജന്യമായി മരുന്ന്, ഇലക്ട്രിസിറ്റി, അത് മാത്രമല്ല ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ, അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പണം മിച്ചമാക്കി കാണിച്ചു. അവർ ആ പ്രസ്ഥാനം രൂപീകൃതമായപ്പോൾ അതിന് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതെന്താന്ന് പോലും അവർക്കറിയില്ല. ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുക, ഒരു മന്ത്രിസ്ഥാനം കിട്ടുക, അതുകൊണ്ട് ജീവിക്കുക എന്നതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ്സിന്, ഞാനൊക്കെ ജനിച്ചത് കേരള കോൺഗ്രസ്സുകാരനായിട്ട്, ഒത്തിരി ആ പാർട്ടിയെ മനസ്സുകൊണ്ട് സ്നേഹിച്ചാൽ, രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ, ഒരിക്കലും പ്രദാനം ചെയ്യുന്ന ജനവിഭാഗത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല അവർക്കെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉറച്ച തീരുമാനത്തിൽ BJPയിലെത്തി. എനിക്ക് കേരള കോൺഗ്രസ് കഴിഞ്ഞ 30-40 കൊല്ലം കൊണ്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചുറ്റുവട്ടുള്ള സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത 5 വർഷം BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒന്ന്, കേരളത്തിലെ കടക്കണിയിൽ നിന്നും രക്ഷിക്കാൻ കഴിയണം. ഇവിടെയുള്ള വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ കഴിയണം. അതിന് ന്യായവിലയ്ക്ക് കേരളത്തിലെ 1000 പഞ്ചായത്തുകളിലും ന്യായവിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ BJPക്ക് കഴിയണം. 3, ഇവിടെ നിന്നും വിദേശത്തേക്ക് തൊഴിലില്ലാതെ പലായനം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിടിച്ചു നിർത്തി കേരളത്തിൽ കൊണ്ടുവന്ന് അന്തസ്സായിട്ട് ജോലി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. ഇതാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. അത് ഞങ്ങൾ ചെയ്യും. പാറു ചേച്ചി, നിങ്ങളുടെ ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരു അഭിപ്രായം പറയാൻ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കോളേജിലേക്ക് ഒന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പ്രപ്പോസൽ സീൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും? അങ്ങനെ പ്രപ്പോസൽ സീനൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും എല്ലായിടത്തും ഇതാ പറയുന്നത്. കുഴപ്പമില്ല. ഇനിയെങ്കിലും സത്യം അങ്ങനെയല്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും തോന്നി ഒരുമിച്ച് പോകാം. അല്ലാതെ ശരിക്കും അതിനകത്തൊരു പ്രപ്പോസൽ പോലും ഉണ്ടായില്ല. അന്ന് ഞങ്ങൾ പ്രേമിച്ച സമയത്ത് കുറേ ഈ പൈങ്കിളി വാരികളൊക്കെ എന്തൊക്കെയോ അവർ കുറേയൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കോളേജിൽ കയറുമ്പോൾ ഇദ്ദേഹം പാസ് ഔട്ടാണ്. ഞങ്ങൾ കോളേജ് പ്രേമമൊന്നും ഇല്ല ഞങ്ങളുടെ. പാസ് ഔട്ടല്ല, എൻ്റെ 2 വർഷം ജൂനിയർ. അതെ. അല്ല, അന്ന് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ 3 വർഷം കൂടെ ഇവിടെ പഠിക്കേണ്ടത്. അപ്പം ഞങ്ങൾ കണ്ട് സംസാരിച്ച്, അന്ന് വാട്സാപ്പും കാര്യങ്ങളും ഒന്നുമില്ല. അന്ന് മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോൺ മൊബൈലുണ്ട്, വാട്സപ്പിലുണ്ട്, മൊബൈൽ ഇതുണ്ട്. അങ്ങനത്തെ നമ്മുടെ ആപ്സും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. SMS ആണല്ലോ എല്ലാം. പെർ ഡേ 100 SMS. പെർ ഡേ 100 SMS. നല്ല പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വരെ അയച്ചിട്ടുണ്ട്. സമ്മതിക്കുന്നു ക്യാമറയുടെ ഫ്രണ്ടിൽ. അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള സംസാരിച്ച് അങ്ങനെ നമ്മളൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയതാണ്. ഒരു പക്ഷേ ഇപ്പോൾ ജഗദീഷ് സാർ ഇതിനൊരു സമ്മതം മൂളിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നെക്സ്റ്റ്? ഞാൻ ഒരിക്കലും ഞങ്ങളത് നേരത്തെ തൊട്ടേ ഒരിക്കലും പാരന്റ്സിനെ പിണക്കിയിട്ട് ഒരു ഇടപാടും ഇല്ല. എന്നാന്നറിയാമോ, അത് അടുത്ത് ഞങ്ങൾക്ക് ഞാൻ ഓൺ ബിഹാഫ് ഓഫ് പാറുവിനും കൂടെ ഞാൻ പറയാണ്, നമ്മളെ വളർത്തി വലുതാക്കി ഇവിടം വരെ കൊണ്ട് എത്തിച്ച് 18 വയസ്സ് കഴിയുമ്പം ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന ഒരു പുതുതലമുറയുടെ ഭാഗമല്ല ഞങ്ങൾ. അപ്പനെ അമ്മയെ അനുസരിച്ച് കുടുംബത്തോട് സ്നേഹമായിട്ട് കുടുംബത്തിനോടൊപ്പം ഞാൻ 19 വർഷമായി ഞങ്ങൾ തറവാട്ടിൽ അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്നു. മനസ്സിലായി? എനിക്ക് മാറി താമസിക്കാൻ വയ്യാത്തോണ്ടല്ല, എൻ്റെ മനസ്സ് ഇതുവരെ അപ്പനെയും അമ്മേനെയും വിട്ടുപോകാൻ കഴിയുന്നില്ല. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ പാറു തിരുവനന്തപുരത്തിനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞത് പൊങ്കാലയുണ്ട്. പൊങ്കാലയേക്കാൾ ഉദ്ദേശം അപ്പനെ കാണണം എന്നുള്ളതാണ്. പൊങ്കാല എല്ലാ വർഷവും പൊങ്കാല ഇടുന്നത്. പക്ഷെ ഒന്ന് തുമ്മിയാൽ മതി. അതത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അപ്പൻ അമ്മ എന്നൊക്കെ പറയുന്ന വികാരങ്ങളെ
നിരാകരിച്ചുകൊണ്ട് ഇന്നലെ കാണുന്നു. ഞാൻ പാറുവിനെ സംബന്ധിച്ചാൽ അത്രയ്ക്ക് നല്ല parents ഇന്നലെ ആണ്. കോളേജ് We are വെച്ച് blessed കേട്ടോ. We are ഇന്നലെ കോളേജ് വെച്ച് കണ്ട ഒരു ചെറുപ്പക്കാരന് വേണ്ടി പോറ്റി വളർത്തിയ അപ്പനും അമ്മയും ഇല്ലാതെ അപ്പനും അമ്മയും മാറ്റി നിർത്തിക്കൊണ്ടൊക്കെ ചിന്തിച്ചിട്ട് പോലും അതൊക്കെ ഒരു ഫേക്കാണ്. അത് അത്ര ഒന്നും പ്രേമമൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പനും അമ്മയെക്കാൾ വലുതൊന്നും അല്ല നമ്മൾ ഇന്നലെ കാണുന്ന ഒരു പ്രേമം. അത് എപ്പോഴും അവര് തന്നെയാണ് വലുത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഓപ്പൺ ആയിട്ട്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെ. അതേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ ഞങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതെ, അതാണ് മെയിൻ. കാരണം ജഗദീഷ് സാർ എന്ന് പറയുമ്പോൾ എന്തിനും അഭിപ്രായം പറയുന്ന, ശക്തമായിട്ട് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം സമ്മതിച്ചു എന്നുള്ളതാണ്. അല്ല, ഞങ്ങളുടെ ഇഷ്ടത്തിന് അവർ നിന്നില്ല. അദ്ദേഹത്തിന്റെ പ്രേമിച്ച് വിവാഹം കഴിച്ച് പിരിഞ്ഞ് ഡിവോഴ്സ് ആയിട്ട് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് പ്രേമത്തിന്റെ ആഫ്റ്റർ എഫക്ട്സും ഗുഡും എല്ലാം പുള്ളിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഉപദേശവും തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നേ വരെ ഒരു കാര്യം ചെയ്യരുത് അന്നൊന്നും കട്ടൻ ട്രൈ ആയിട്ട് പറഞ്ഞില്ല. അതിപ്പോൾ ഇവിടുത്തെ പപ്പയാണെങ്കിലും ഇവിടുത്തെ മമ്മയ്ക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം, നമ്മുടെ ഇപ്പം ഷോൺ ആണെങ്കിലും പപ്പയാണെങ്കിലും ഞങ്ങൾ സ്ത്രീകളെ വീട്ടിനകത്ത് ഇരുത്തിയുള്ള പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രീഡം. അപ്പം ഇവിടുത്തെ മമ്മയ്ക്കാണെങ്കിലും മമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള ബിസിനസ് ഉണ്ട്, അതിന്റെ ഉള്ള ഒരു ബൊട്ടീക്ക് ഉണ്ട്, ടൈലറിംഗ് ഷോപ്പ് ഉണ്ട്, കുക്കിംഗ് ക്ലാസ് ഉണ്ട്, പാർലറില്ലേ, ഇപ്പൊ റൺ ചെയ്യുന്നില്ല. പിന്നെ ഞാനും പ്രൊഫഷണൽ വൈസ് ഞാൻ ഇവിടെ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം എപ്പോഴും. അതെ, അപ്പം എല്ലാം ഒരുമിച്ച് എപ്പോഴും ബിസിയാണ്. ഫാമിലി ആണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേനും അതെ ബിസി ആയിട്ട് നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഇങ്ങനെ ഒത്തിരി ബൈപോളാർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഇപ്പൊ നമ്മൾ ഈ കണ്ടുവരുന്ന ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അവരുടെ ഹോർമോണൽ സംബന്ധമായിട്ടുള്ളതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും കണ്ടുപിടിച്ചിരുന്നില്ല, അറിയത്തു പോലും ഇല്ല എന്തുകൊണ്ടാണ് അത്ര പ്രശ്നങ്ങൾ. പണ്ട് ഒത്തിരി സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി ഈ പറഞ്ഞ പോലെ ക്ലിനിക്സും കാര്യങ്ങളും സൈക്കോളജിക്കലി അതൊക്കെ പ്രൂവ്ഡ് ആകുന്നുണ്ട്. മെഡിക്കേഷൻ എടുക്കുന്നവരുണ്ട്, എനിക്ക് ഒത്തിരി അറിയാവുന്നവരുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജനിച്ചിട്ട് വെറുതെ വിഷമം കണ്ടെത്തി വിഷമിക്കുന്നവരൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ അതിനൊക്കെ നമ്മളെ ഒന്ന് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് നിർത്തിയാൽ എനിക്കൊന്ന് നമ്മുടെ സന്തോഷം നമുക്ക് ആരും കൊണ്ടുതരത്തില്ല, നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തണം. അപ്പൊ എല്ലാ രീതിയിലും നമ്മളൊന്ന് എൻഗേജ്ഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് മൂവ് ചെയ്താൽ ഈ പറയുന്ന അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരിതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ബൈപോളാർ ഡിസോർഡർ ഇപ്പം നമുക്ക് അങ്ങനെ സ്ത്രീകൾക്ക് ചുമ്മാ വരുന്ന അസുഖമൊന്നും പറയാൻ പറ്റില്ല. ഒത്തിരി പേര് അതിന് ട്രീറ്റ്മെന്റും മെഡിസിൻസും ഒക്കെ എടുക്കുന്നുണ്ട്. 30 to 40 ഈ പ്രായത്തിനിടയിൽ സ്ത്രീകൾക്ക് ഒരു 80% സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെ, അത് ഒരു ഹോർമോൺ ചേഞ്ച് ആ സമയത്ത് ഉണ്ടാവുന്നത്. ഈ ചൂടൊക്കെ ഒന്ന് നമുക്ക് മാറ്റാം. പറവ ചേച്ചി എനിക്കൊരു സഹായം ചെയ്യണം, ഈ അമ്പലപ്പുഴ ഒന്ന് പഠിപ്പിച്ചു. ഇല്ല, ഞാൻ ഇലക്ഷന് മത്സരിക്കുമെന്ന് നോക്കി നിൽക്കുകയാണ്. എന്റെ വോട്ട് ചിലപ്പോ വോട്ട് ഏതെങ്കിലും ആളുകൾ ഞാൻ പാടും എന്നൊക്കെ പ്രതീക്ഷിച്ചൊക്കെ കാര്യം പറയാം. ഈ പാട്ട് പാടി വോട്ട് പോയി ഞങ്ങളും കൂടെ പിടിച്ചു തരും. ആ ഉറപ്പ് വരെ അവള് പാടും, ഞാൻ കൂടെ പാടും. ഓക്കെ, എന്നാ ചേച്ചി പാടും. അമ്പലപ്പുഴ പാടിക്കോ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴ പള്ളി പറയാൻ പറ്റത്തില്ല, ഉണ്ണിക്കണ്ണന്റെ കാര്യം അമ്പലപ്പുഴ തന്നെ പറയണം. അപ്പം പാട്ട് മൂളിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഒരു സന്തോഷത്തിന്റെ സാധനം കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷയ്ക്ക് കൂടുതൽ സമയം നമ്മൾ സംസാരിച്ചു. വളരെ സന്തോഷം. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.